ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ചൂസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. തളിര് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അത് വളരെയേറെ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് മയക്കുമരുന്നിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ന്യൂ മാരീഡ് ആയിട്ടുള്ള മാൻ പാരൻസിനും വൈഫിനും ഇടയിൽ ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. IT അല്ലെങ്കിൽ ഒരു ഡിപ്ലോമക്കാരൻ കല്യാണം കഴിക്കുന്നത് ഗ്രാജുവേറ്റോ ബിടെക് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. നമസ്കാരം, ഓണസ്റ്റ് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പോഡ്കാസ്റ്റ് എയിം ചെയ്യുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രൂത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ മനസ്സിലൊന്ന് വെച്ച് വേറൊന്ന് സംസാരിക്കുക എന്നുള്ളതല്ല എയിം ചെയ്യുന്നത്. ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ നേരിടുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള വിനോദ് മൊട്ടവിള എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ മാത്രമല്ല, ധാരാളം അത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അനലൈസ് ചെയ്യുമ്പം പുള്ളിക്കാരനൊരു സെൻട്രൽ ഫിഗറായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ളൊരു ബെസ്റ്റ് പുള്ളിക്കാരൻ എപ്പോഴും എയിം ചെയ്യുകയും അത്തരത്തിലാണ് പുള്ളിക്കാരൻ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അതിനുപരി റീസെൻ്റ്ലി പുള്ളിക്കാരൻ ഒരു തളിര് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അവാർഡുകളൊക്കെ കിട്ടി. അതുപോലെ പുള്ളിക്കാരൻ്റെ ഒക്യുപ്പേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പുള്ളിക്കാരനെ കുറിച്ചെല്ലാം തന്നെ പുള്ളിക്കാരനൊരു ഇൻട്രോ ആയിട്ട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ചേട്ടൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് പറയാം. എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ് ശരിക്കുള്ള പേര്. ഞാൻ എഴുത്ത് പേര് വിനോദ് മൊട്ടവിള എന്നാണ്. നമ്മുടെ ഫേസ്ബുക്ക് ID നിന്നാണ് വിനോദ് മൊട്ടവിള എന്നുള്ള തുടങ്ങിയത്. അപ്പം എഴുത്തിലോട്ട് വന്നപ്പോഴും ഷോർട്ട് ഫിലിമിലോട്ട് വന്നപ്പോഴും ആ പേര് തന്നെയാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഡിഫൻസിൽ ജോലി ചെയ്യാണ്. ഇപ്പോൾ ആസാമിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 8 വർഷം കൊണ്ട് സിനിമയുടെ ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം സെക്കൻഡ് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സിനിമയെ കാണുന്നത്. ഇപ്പോൾ പാരലായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇനി മറ്റു കാര്യങ്ങൾ എന്നതിന് ഏകദേശം ചെറിയ കാര്യങ്ങളായിട്ട് സൂചിപ്പിച്ചു. ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ചൂസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. റാൻഡമായിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്നു. അപ്പോൾ ചില ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെടേണ്ടി വരും. അപ്പോൾ ആ ഇടപെടുന്നതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ വീണ്ടും വീണ്ടും നമ്മൾ ഇടപെടും. അങ്ങനെ അതൊരു ബോണ്ടിങ് ആയിട്ട് മാറും. അങ്ങനെ പെർമനൻറ്റ് സുഹൃത്തുക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരുമായിട്ട് നമ്മൾ നോർമൽ നേച്ചറിൽ എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. എങ്കിലും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അത് കാലക്രമേണ ഉണ്ടായിക്കൊണ്ടുവരുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ നിതിന പറഞ്ഞ കാര്യത്തോട് ബാക്കി യോജിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടും നമ്മുടെ ബെസ്റ്റ് എടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബെസ്റ്റ് നമുക്ക് തരുന്ന ആൾക്കാരും എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മോട്ടിവേഷൻ ആണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സപ്പോർട്ട്, എന്തെങ്കിലും കാര്യം വന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഇതിനെക്കുറിച്ച്. എന്തായാലും നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഓപ്പൺ ടോക്കിലേക്ക് പോവാം. താങ്ക് യു. തീർച്ചയായും. അപ്പം വിനോദേട്ടൻ അടുത്ത സമയത്ത് ചെയ്തൊരു തളിര് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അത് വളരെയേറെ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് അതൊരു നിലവിൽ കണ്ടംപററി വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇന്നത്തെ സൊസൈറ്റി വളരെയേറെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെയേറെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അല്ല, ഒരു ഷോർട്ട് ഫിലിമിലോട്ട് വന്നത് നമ്മൾ പഴയ ഒരു ഐഡിയയാണ്. ഞാൻ 2017 എഴുതി വെച്ച ഒരു ചെറിയ കഥയാണ്. എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയ ഒരു ചെറിയൊരു കഥയാണ്. അതൊരു വലിയ കഥയുടെ ഭാഗമായിരുന്നു. അതിനെ പ്രത്യേകിച്ച് എടുത്തിട്ട് ഒരു ചെറിയ കണ്ടന്റിനെ വലിയ കണ്ടന്റ് ആക്കുക എന്നുള്ള ഒരാൾ അഡ്വൈസ് തന്നതിന് എൻ്റെ പുറത്ത് ഞാൻ ആ ഒരു കണ്ടന്റിനെ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഒരു 12 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം. കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ കൊണ്ടുവരിക, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം എന്നുള്ള കാര്യത്തിലാണ്. ഇത് ഒരു പഴയ സംഭവമാണ്, പഴയ രീതിയാണ്, എന്നാൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കഥകൾ എപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെയാണ്, റിപ്പീറ്റായിട്ടും പുതിയൊരു വേർഷനിൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് 7 വർഷത്തിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ഫൈനൽ എടുക്കുന്നതിനെക്കുറിച്ചും ഒന്ന് ആലോചിച്ചപ്പോൾ
ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ ചേർക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് എന്തെങ്കിലും വേണം, നമ്മൾ എടുക്കുന്നതിന് ഒരു സോഷ്യൽ റിലവൻസ് വേണമല്ലോ. അപ്പൊ ആ ഒരു പിന്നെ ഈ സമയത്ത് മയക്കുമരുന്നിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രതികരിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഈ ആ ഒരു കണ്ടന്റും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ആ ഒരു കണ്ടന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഇത് അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് മനസ്സിൽ വന്നു. അങ്ങനെ പഴയ ഉണ്ടായിരുന്ന കഥയും ഈ കഥയും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഞാൻ ഈ കഥയായിട്ട്, പക്ഷെ അത് നന്നായിട്ട് ബ്ലണ്ടായി എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്കൂളുകളിലും കുട്ടികളുടെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ആക്ച്വലി ഇത് അവരെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ? അത് നമ്മളിപ്പോ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ പ്രസംഗിച്ച് പറയുന്നതിനേക്കാളും ഒരു 5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കണ്ണും ചെവിയും മനസ്സും എല്ലാം അതിലോട്ടാണല്ലോ. ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉപദേശം അവർക്കത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അവർക്ക് ഒരിക്കലും സ്വാധീനിക്കാൻ പറ്റില്ല. പിന്നെ റേഡിയോ, പാട്ടോ, നാടകമാണ് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നത് വിഷ്വൽ മീഡിയയാണ്. അപ്പൊ അതിൽ സിനിമയ്ക്ക് പിന്നെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ആവുമ്പോഴേ തീർച്ചയായിട്ടും ആൾക്കാരുടെ മനസ്സിൽ പതിയും. അപ്പൊ അതിൽ തന്നെ ഡ്രഗ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യം നമ്മൾ കാണിക്കുന്നുണ്ട്, സെക്കൻഡുകൾ മാത്രം വരുന്ന കാര്യമാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടംപററി സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രഗ്സിനെതിരെ അവയർനെസ്, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ആ ഡ്രഗ്സിന്റെ ഒരു മെസ്സേജ് അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊരു ഇൻബിൽറ്റും ഇല്ലാത്ത പല ഡ്രഗ്സിന്റെ അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലാഷ് മോബ്, ഡ്രഗ്സിനെതിരെ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുക. അത് പക്ഷെ ആ ഡ്രഗ്സുമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷനോ ഒരു മെസ്സേജോ അതിനകത്ത് കുറച്ച് പേര് അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ ഒരു പെർഫോമൻസോ അല്ല ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടോ ആയിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അപ്പം ഡ്രഗ്സിനെ കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് അവരുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഈ ഫ്ലാഷ് മോബുകൾ പോലെ ചുരുങ്ങിപ്പോവാതെ ഒരു മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ പറയുന്നത്? അത് ഇപ്പം നമ്മുടെ നേരിട്ടുള്ള ഇടപെടൽ, കുടുംബത്തിലെ ഇടപെടലുകൾ, സുഹൃത്തുക്കളുടെ ഇടപെടലുകൾ, അധ്യാപകരുടെ നേരിട്ടുള്ള ഇടപെടലുകൾ മാത്രമേ ഇത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ഫാമിലി വാല്യൂസിനുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ ഇതൊക്കെ മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് സ്വാധീനിക്കാൻ പറ്റും. കാരണം ഒരു സുഹൃത്തിനെ ഇതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ വേറെ സുഹൃത്തായിരിക്കും തീർച്ചയായും കൊണ്ടുവരും. പ്രത്യേകിച്ച് ഒരു കമ്പനി ഉണ്ടാവും. അതിലായിരിക്കും ഒരു 4 പേര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നവര് കൂടെ വരുമ്പോൾ ഒരാളിനെ സ്വാധീനിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരാളിന് സ്വാധീന ശക്തിയുള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ ആളിനെ ഈ 4 പേരെയും മാറ്റാൻ പറ്റും, ആ സുഹൃത്തിനെ മാറ്റാൻ പറ്റും. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കോ രക്ഷിതാവിനോ ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നതല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ. ഈ ഫാമിലി സിസ്റ്റത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഫ്ലാഷ് മോബ് ചെയ്താലും, അല്ലെങ്കിൽ എന്തൊക്കെ ഫിലിമും അല്ലെങ്കിൽ എന്തൊക്കെ പ്രസംഗം ക്ലാസ്സുകളൊക്കെ നടത്തിയാലും ഒരു ഫാമിലി വാല്യൂവിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഫാമിലിയാണ്. പക്ഷെ ആക്ച്വലി നമ്മളിപ്പം ഫാമിലി സിസ്റ്റം ഭയങ്കരമായിട്ട് ഡീവാല്യൂറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മാരിറ്റൽ പ്രോബ്ലംസ് കൂടുകയാണ്, ഫാമിലി ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുകയാണ്, വാല്യൂസ് കുറയുകയാണ്. അപ്പം അതൊക്കെ അതാണല്ലോ ആക്ച്വലി ഡ്രഗ്സിന്റെ പ്രോബ്ലംസിന് കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട്. അത് ശരിക്കും നമ്മുടെ ഒരു സോഷ്യൽ നീഡ് എന്ന് പറയുമ്പം അതുപോലെ തന്നെയാണ് പേഴ്സണൽ നീഡ്. ഒരു മനുഷ്യന്റെ പേഴ്സണൽ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഫാമിലിയിൽ തന്നെ റെക്കഗ്നിഷൻ, പിന്നെ നമ്മളെ സപ്പോർട്ട്, നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക, സങ്കടം ഷെയർ ചെയ്യുക എന്നൊക്കെ കാര്യങ്ങൾ പണ്ട് ഫാമിലി തന്നെയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുറത്ത് ഒരാളിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ വലിയച്ഛൻ കൊച്ചച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിലും, ഈ ഒരു ഹാഫ് ഫ്രണ്ട്സ് ഹാഫ് ബ്രദർ എന്നുള്ള രീതിയിൽ അതൊക്കെ വാല്യൂ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമായിരുന്നു. നേരിട്ട് പല കാര്യങ്ങളും ഒരു അനിയനും ചേട്ടനും സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാമന്റെ മക്കൾക്കോ കൊച്ചച്ഛന്റെ മക്കൾക്കോ ഒക്കെ നമുക്ക് സംസാരിക്കാം. കസിൻസ് റിലേഷൻഷിപ്പ് ഹാഫ് ബ്രദർലി ഹാഫ് ഫ്രണ്ട്ഷിപ്പ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു പ്ലേസിലാണ് പലപ്പോഴും ഈ കസിൻസ് ഒക്കെ വളരെ ഏറ്റവും ഒരാളുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റുന്ന ആൾക്കാരാണ് കസിൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി മുഴുവനും അറിയാൻ പറ്റും. അപ്പൊ ഒരു പുതിയ ഇഷ്യൂ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കും. നമ്മള് ഒരാളിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ വെറുതെ അഡ്വൈസ് കൊടുക്കാറുണ്ട്. നമുക്ക് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന സിറ്റുവേഷന്റെ ബേസിലാണ് നമ്മൾ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്നത്. ഇയാളെ പറയണമെന്നില്ല, ഇയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ജഡ്ജ് ചെയ്യുന്ന ആളിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജഡ്ജ്മെന്റ് കറക്റ്റ് ആകുമ്പോൾ തന്നെ അഡ്വൈസ് ഫെയിൽ ആവുകയാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് സർക്കിളിൽ അല്ലെങ്കിൽ സെക്കൻഡ് സർക്കിളിലുള്ള കസിൻസ് ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് നമ്മളെ നന്നാക്കാൻ പറ്റുന്ന ആൾക്കാർ, നമ്മൾ ഉപദേശിക്കാൻ പറ്റുന്ന ആൾക്കാർ. ഡെയിലി ഒരു വീട്ടിൽ ജീവിക്കുന്ന അനിയനും ചേട്ടനും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എന്ന് പറയുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ബോറാവും. അപ്പം അനുസരിക്കാൻ
അവർ പറയുന്ന കാര്യം ശരിയാണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് അനുസരിക്കാൻ തോന്നുന്നില്ല. അവിടെ ഒരു തോൽവി എന്നുള്ള ഒരു ഈഗോ ഒരാളിന് വരാറുണ്ട്. പണ്ട് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. പക്ഷെ റീസെന്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കസിൻസ് തമ്മിലാണെങ്കിലും ഫാമിലി കളി തമ്മിലാണെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി പരസ്പരം തോൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഇന്റേണൽ കോമ്പറ്റീഷൻ പോലെ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം പലരും ഇൻഡിപെൻഡന്റ്, അതായത് അവരുടേതായിട്ടുള്ള കാര്യം, അവരുടേതായിട്ടുള്ള ലോകം, അങ്ങനെ അങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് പോലെ അവർ കേൾക്കണം, കേട്ടില്ലെങ്കിൽ അവര് തെറ്റായ വഴിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ തോന്നിവാസം അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ലേബൽ ചെയ്യുകയും അവരെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പവർ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പരസ്പരം ഒരു മത്സര ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം, പരസ്പരം കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു കാര്യം ഈ മീൻ ടൈം നമ്മുടെ ഒരു സോഷ്യൽ എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ കൾച്ചർ ഇവോൾവ് ചെയ്ത് വന്നതിനിടയ്ക്ക് റീസെന്റ് സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം പരസ്പരം സഹായിക്കുക, അല്ലെങ്കിൽ എൻ്റെ പാർട്ട് എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എന്തോരം ബെസ്റ്റായിട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ കസിൻസിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ മക്കളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ സ്പൗസിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു മോഡിലേക്ക്, ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം അത് പരസ്പരം അങ്ങനെ വരുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അയാൾ എൻ്റെ വീക്ക്നെസ്സുകൾ മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ അത് മിസ്യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും. പരസ്പരമുള്ള ഇന്റർ ഡിപ്പെൻഡന്റ് എന്നുള്ള ഒരു ഫാമിലി വാല്യൂ മ്യൂച്വൽ റിലേഷൻഷിപ്പിനേക്കാൾ ഉപരി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആവുക എന്നാണ് പറയുന്നത്. അപ്പം അത് ഈ ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യുകയും ഡിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല ആക്ച്വലി. അതുകൊണ്ട് നമ്മളെ മിക്കവാറും പറയുന്നതല്ല ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സംഭവം തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഡിപെൻഡന്റ് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതെ അതെ, അതെല്ലാം നമ്മുടെ യൂണിറ്റ് എല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഓരോരോ മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അത് ഇതിനേക്കാളും വേഴ്സ്റ്റ് സിനാരിയോയിലേക്ക്, ഹൈലി ലോൺലെസ് ആയിട്ടുള്ള ബോർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ലൈഫ് പോകും. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നതിൽ നിന്നാണ് കമ്പൈൻഡ് ആയിട്ട് വന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ സോഷ്യൽ ലൈഫ് ഹാർമണി വന്നത്. ഈ ഹാർമണിയും സോഷ്യൽ ലൈഫും വന്നത് തന്നെ ഇൻഡിപെൻഡന്റ് കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ വന്നതിന് ശേഷം ഇത് എന്തുകൊണ്ട് വന്നെന്ന് അറിയാതെ നമ്മൾ വീണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. വെറുതെ ഒരാളുടെ സ്വന്തം കാലിൽ നിന്നാൽ തന്നെ എത്ര നേരം നിൽക്കാൻ പറ്റും? നമ്മൾ ഡയറക്റ്റ് നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാന്ന് പറയുന്നത് വെറുതെ നിൽക്കാൻ പോലും ഒരു മണിക്കൂർ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. അതേപോലെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, എപ്പോഴും എവിടെ ആവശ്യമാണ്. അപ്പൊ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബിൽഡിംഗ് അല്ല, എനിക്ക് സമയമില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു ആവശ്യം വരികയാണെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവരവരുടെ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു. അപ്പൊ എന്നെ എന്നുള്ള രീതിയിൽ എന്നുള്ളത് സെൽഫിഷ് ആയിട്ട് മാറുകയാണ്. ആ ഒരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടി വരുന്നതായിട്ടാണ് കൂടുതലാണ് വരുന്നത്. അത് നമ്മളിപ്പോ ആൾക്കാർ പറയുന്നുണ്ട് ഈ സെൽഫിയുടെ കാലമാണ്. കൂടുതലും ഒരാളിനെ കുറിച്ച് എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിക്കാൻ മടിയാണ്. അതുപോലും ചോദിക്കാനുള്ള മടിയാണ്. പണ്ടൊക്കെ ആൾക്കാർ നമ്മള് സെൽഫിയിലാണ്. അപ്പൊ ഫ്രണ്ട് ക്യാമറ തന്നെ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ്. നമുക്ക് റിയർ ക്യാമറയാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും ചോദിക്കാം. അപ്പൊ നമ്മളും വില്ലിങ് ആയിരിക്കും. നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഫോട്ടോ കിട്ടും. അത് തന്നെയാണ് ഇതിലിപ്പോ ആ ഒരു മ്യൂച്വൽ കോഓപ്പറേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊരു മുട്ട ഇല്ലെങ്കിൽ, ഒരു മുളക് പൊടി ഇല്ലെങ്കിൽ, ഉപ്പില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ ചോദിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. ഒരു ഹെൽപ്പും നമ്മൾ നൈബർഹുഡില് ചോദിക്കാനേ നമ്മൾ വില്ലിങ് അല്ല. കാരണം അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. അവര് നമ്മളെക്കാളും സോഷ്യൽ സ്റ്റാറ്റസ് കുറവാണെന്നുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ പലരുടെയും ധാരണ. അത് തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഇത് പരസ്പരമുള്ള ഒരു കോഓപ്പറേഷനിലേക്ക് വരുന്നത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പോയി വാങ്ങുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്. വരവും പോക്കും എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരാളെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അയൽവക്കത്ത് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരാളിനെ, ഒരു രോഗിയായിട്ടുള്ള ആളിനെ പോലും വീട്ടിൽ വിട്ടിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരാളെ തീർച്ചയായും നിൽക്കും. എന്തിനാ അവരോട് പറയുന്നത്? അല്ലെങ്കിൽ വെറുതെ വന്നിരുന്ന കാര്യം പറയാൻ വേണ്ടി ഡെയിലി റൊട്ടീനായിട്ട് ചേഞ്ച് ചെയ്ത് ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമായിരുന്നു. ചിലപ്പോൾ ആ ഭരണ സമയത്ത് ചിലപ്പോൾ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് വരുന്നവരാവും. കാര്യമൊക്കെ പറയും, ഉച്ചയാകുമ്പോൾ വരും, വന്ന് ആഹാരം കഴിച്ചിട്ട് പോകും. അപ്പം അവരുടെ ഭക്ഷണ രീതിയും മാറും, നമുക്ക് ഒരാളിനെ ഹെൽപ്പ് ചെയ്യാനും ആവും. അതെ, ഇതിനൊരു പ്രധാന പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മുടെ സൊസൈറ്റി ഓറിയന്റ് ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഓരോരുത്തർ എന്തിനാണ് ജീവിക്കുന്നത്, ഓരോരുത്തരടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർക്ക് ചുറ്റുമുള്ള ആളെക്കാളും അവർക്ക് വളരുക എന്നുള്ളതാണ്.
അതെ. അപ്പൊ അങ്ങനെ അതാണ് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ഫണ്ടമെന്റൽ എയിമായിട്ട് അവര് കാണുന്നത്. അവർ ജീവിക്കുന്ന തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടി. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പണവും പ്രതാപവും നേടിയെടുക്കാൻ പണി ചെയ്ത് ജന്മം പാഴാക്കി വാസ്തവം നമ്മൾ അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അതെ, പലരും വിചാരിക്കുന്ന ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ, സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്നാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി. പണത്തിന് നമുക്ക് ഏകദേശം 90% പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ്. പണത്തിന് നമുക്ക് മൊത്തത്തിൽ നേരായിരിക്കണം. ഇല്ല, പണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെവൽ കഴിഞ്ഞ പിന്നെ പണം ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് ആളിനാള് തന്നെ വേണം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളൊരാളിനെ സപ്പോർട്ട് ചെയ്തിടത്തോളം കാലം നമ്മളൊരാളിനെ സപ്പോർട്ട് പ്രതീക്ഷിക്കാനും പാടില്ല. ഈ തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ട്. ആ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് ആരും ആരെയും ഹെൽപ്പ് ഇപ്പൊ ചോദിക്കാൻ പോകാത്തത്. കാരണം നമ്മളാരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നമുക്ക് വ്യക്തമായ ബോധമുണ്ട്. അതാണ്, അതുകൊണ്ടാണ് നമുക്കൊരു ചോദിക്കാൻ മടി, ഫുൾഫിൽമെന്റോ സാറ്റിസ്ഫാക്ഷനോ നമ്മളെ ലൈഫിൽ ഇല്ലാത്ത. നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തോന്നലില്ല. നമ്മളെല്ലാം കൺസ്യൂം ചെയ്യാണ്. മറ്റവരിൽ റൈറ്റ്സിൽ മാത്രമാണ് ആൾക്കാർക്ക് ഫോക്കസ് ഉള്ളത്, അല്ലാതെ ഒബ്ലിഗേഷൻസിൽ അല്ല റെസ്പോൺസിബിലിറ്റി ആർക്കും എടുക്കാനുള്ള വോളണ്ടറി ആയിട്ടുള്ള വില്ലിങ്നെസ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട്. അത് വളരെ കുറവാണ്. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോഴേ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മളിലും എല്ലാവരും ഉള്ള ഒരു സംഭവമാണ്. വോളണ്ടറി ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് എടുക്കുന്നവരെ മണ്ടനായിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത്. അതെ 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 വാസ്തവം. അത് അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ ചൂഷണം ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും അവരെ കൊണ്ട് മാക്സിമം അഡ്വാൻറ്റേജ് അങ്ങനെയുള്ള ഒരു മൈൻഡ് സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഇനി ഞാൻ പൊട്ടനാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർ അഭിനയിച്ചുള്ള ഒരു ലൈഫ് അങ്ങനെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ചേട്ടന്റെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇപ്പം 40+ ഇയേഴ്സ് അല്ലേ ഏജ് ആയി, മാരിറ്റൽ ലൈഫിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ള? ആക്ച്വലി അല്ല, അത് കല്യാണം എന്ന് പറയുന്നത് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട കാര്യമാണ്. കല്യാണം കഴിക്കേണ്ട പ്രായം എപ്പോഴാണെന്ന് പറയുമ്പോൾ നമ്മളെ മെന്റലി എപ്പോഴാണോ പ്രിപ്പയർഡ് ആയിരിക്കുന്നത്, എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വേണമെന്നും എനിക്ക് ഫാമിലി നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള അതാണ് റൈറ്റ് ടൈം. നമ്മൾ റൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഏജ് വെച്ചിട്ടാണ് ഒരാളുടെ കല്യാണം കഴിക്കാനുള്ള റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അവരെത്രയും മെന്റലി പ്രിപ്പയർഡ് ആണ് അല്ല എന്നുള്ള കാര്യമൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു നോർമൽ സ്കെയിൽ വെച്ചിട്ടാണ് വയസ്സ് 27 മുതൽ 30 വയസ്സ് വരെ, 27, 28, പെൺകുട്ടിയുടെ പ്രായം 20 മുതൽ 23 വരെ എന്നൊക്കെ നമ്മൾ തന്നെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നോർമൽ ലൈഫ് സ്കെയിലാണ്. അത് അവർക്ക് ആവശ്യമുള്ള കാര്യം ഉള്ളപ്പോഴാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് ഇപ്പം വേണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കാറായത് എന്ന് അവർക്ക് മെച്യൂരിറ്റി വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് അതിന്റെ നീഡ് എന്ന് തോന്നുന്നത്. നേരത്തെ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അച്ഛനും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും പ്രഷറിന്റെ പുറത്ത് ആണ് പല കല്യാണങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അപ്പൊ എന്റെ പുറത്തും അത്യാവശ്യം സോഷ്യൽ പ്രഷറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് വോളണ്ടറി ആയിട്ടാണ് പലപ്പോഴും നമ്മൾ പല റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. പക്ഷെ ഇപ്പം നമ്മളെ സ്കൂളിൽ ചേർക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ മെന്റലി ഫിറ്റ് ആവുമ്പം മാരേജ് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മാരിറ്റൽ ലൈഫിലേക്ക് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഏജ് മുന്നോട്ട് പോകുമ്പം ഒരുപാട് വർഷങ്ങളും ലൈഫും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓരോ മന്ത് കഴിയുന്തോറും നമുക്ക് വീക്കായി വരുന്നുണ്ട്. ഇപ്പം സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ഇന്ന് സ്കൂളിൽ ചേർക്കട്ടോ, അല്ലെങ്കിൽ നീ സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫിറ്റ് ആയോ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാറില്ല. നിനക്ക് താല്പര്യമുണ്ട്. പല കുട്ടികളെയും നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് നിർബന്ധിച്ചിട്ടാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള താല്പര്യം ഒന്നും ഒരിക്കലും കുട്ടികൾ കൊണ്ടാകും. പല കുട്ടികളും കരഞ്ഞുകൊണ്ടായിരിക്കും സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഒരു മറ്റുള്ളവരുടേതായിട്ടുള്ളൊരു മോട്ടിവേഷൻ മാരേജിന്റെ കാര്യത്തിൽ, ഒരു എൻകറേജ്മെന്റ് യഥാർത്ഥത്തിൽ വേണ്ടേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ടഫായിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ല. ഇപ്പം മാരിറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമല്ല. ലോങ്ങർ ആയിട്ട് ഡിലേഡ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷനാണ് മോസ്റ്റ്ലി മാരിറ്റ് ലൈഫിൽ നിന്നുണ്ടാവുന്നത്. ഒരു സെൽഫ് സാക്രിഫിഷ്യലായിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അഡ്വഞ്ചറസ് ആയിട്ടും സാക്രിഫിഷ്യലായിട്ടും മുന്നോട്ട് പോയാൽ മാത്രമാണ് ഒരു മാരിറ്റൽ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുൾഫിൽമെന്റ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. അപ്പൊ അത്തരത്തിൽ നമ്മുടെ യങ്ങർ ജനറേഷനോട് നിങ്ങൾ ഫിറ്റ് ആവുമ്പം കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരെപ്പോഴും ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലേ എയിം ചെയ്യുള്ളൂ. അവരൊരു ലോങ് ടൈം ബെനിഫിറ്റ് സീക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. ലോങ് ടൈം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് വരുന്നത്. അതെ അതെ. എങ്ങനെ നമ്മളെ സോഷ്യൽ ലൈഫ് നമ്മൾ പൂർത്തിയാക്കും ഒരു പരീക്ഷ. നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേഴ്സണൽ ലൈഫിന് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, എന്നുള്ള ദോഷം എന്താണ്.
റീപ്രൊഡക്ഷൻ എന്നുള്ളത് വേറെ ഒരു സൈഡ് മാത്രമാണ്. നമ്മളെ ലീഗലായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് നമ്മളിപ്പോൾ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്പാനിയൻഷിപ്പാണ് യഥാർത്ഥത്തിൽ കല്യാണം, മാരേജ് എന്ന് പറയുന്നത്. നമുക്കൊരു സിസ്റ്റം, ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന നിയമം അനുസരിച്ചുള്ള നാട്ടുകാർ പറയുന്ന, വീട്ടുകാർ അംഗീകരിച്ച ഒരു റിലേഷൻഷിപ്പ്, ഒരു ആൺ പെണ്ണ റിലേഷൻഷിപ്പ് എപ്പോഴും വേണമെന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമുക്ക് ഒരു പരിധിയിൽ അടിച്ചേൽപ്പിച്ച് തരുന്നത്. അപ്പോൾ ആ ഒരു ചോയ്സ് രക്ഷകർത്താക്കൾ എത്രമാത്രം കൃത്യമായിട്ടാണ് നമ്മളെ രണ്ടുപേരെ ഒരു യോജിപ്പിച്ച് വിടുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. സെൽഫ് സെലക്ഷൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് നമ്മൾ ഇപ്പോഴത്തുള്ള സിസ്റ്റം അനുസരിച്ച്. പിന്നെ ഇതിലുള്ള ചില രക്ഷകർത്താക്കളുടെ കടുംപിടുത്തമാണ്, അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് ആണ്, ഓവർ ഇന്റർവെൻഷൻ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. പല പാരന്റ്സും ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്, കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഗൈഡൻസ് സിസ്റ്റം എന്നുള്ള രീതിയിൽ എൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് അവരുടെ തീരുമാനങ്ങൾ. അതായത് അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരെ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്നും അവർക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയത് 50 വയസ്സിന് ശേഷമാണെന്നും, അപ്പൊ എന്റെ മകനോ മകൾക്കോ ആ ഇൻഡിപെൻഡൻസ് ഇപ്പൊ ആവശ്യമില്ലെന്നും, അപ്പൊ അത് ഞാനാണ് ഇപ്പൊ നോക്കേണ്ടതെന്നുള്ള ഉത്തരവാദിത്വം എന്നാണ് അവർ തെറ്റിദ്ധരിച്ചു വെച്ചത്. കാരണം ഇവരുടെ ഒരു പവർ ആണല്ലോ, ഇവരുടെ ഒരു അതോറിറ്റി ആണല്ലോ. ഒരു പുതിയ യങ്ങർ കപ്പിള് വരുന്ന സമയത്തേക്ക് ഈ പാരന്റ്സിന്റെ പവർ ആണല്ലോ ആക്ച്വലി നഷ്ടപ്പെട്ടു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നത്. അത് അന്ന് വരെ അവർക്ക് ഭരിക്കാൻ ആളുണ്ടായിരുന്നു, ഇനിയിപ്പോ ഭരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവരെ അച്ഛനും അമ്മയും അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. സൊസൈറ്റി മാറി, പക്ഷെ നമ്മൾ മാറുന്നില്ല. അവരും കാത്തിരുന്നത് നമ്മളെ മോനും മോളും ഒക്കെ വരുമ്പം അവരുടെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമുക്ക് അവര് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, പക്ഷെ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാകും. അത് വാസ്തവമാണ്. ആക്ച്വലി അവര് എയിം ചെയ്യുന്നത് വളരെ നല്ല ഉദ്ദേശത്തിലാണ്, പക്ഷെ അത് വർക്ക്ഔട്ട് ആവുന്നത് ഒരിക്കലും പ്രായോഗികമായിട്ടോ ഫങ്ഷനിങ് ആയിട്ടോ അല്ല. അതാണ് ഏറ്റവും വലിയ, അത് കോൺഫ്ലിക്റ്റിലോട്ട് വരും. അത് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവാനും പുതിയൊരു കുടുംബം സൃഷ്ടിക്കാനും, കൂട്ടുകുടുംബത്തിൽ നിന്ന് ചെറു കുടുംബങ്ങൾ, അണുകുടുംബങ്ങൾ എന്നുള്ള രീതിയിലോട്ട് പോകാൻ ശ്രമിക്കും. ആ ശ്രമിക്കുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. അതാണ് ഒരു പ്രശ്നം. ഈ ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ കൾച്ചറൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ് ഏറ്റവും ഫങ്ഷനിങ് ആയിട്ട് കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പവർ സ്ട്രഗിൾ, ഇവ രണ്ട് വ്യക്തികൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പം സബ്സിക്വൻ്റ്ലി ഓവർ ദ ടൈം അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ വരും. പക്ഷെ അത് ഏറ്റവും കുറവ് നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലാണ്. അതായത് ഹസ്ബൻഡ്, വൈഫ്, അവരുടെ ചിൽഡ്രൻ. അപ്പം ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പവർ സ്ട്രഗിള് ഇവരുടെ ഇടയിൽ വല്ലാണ്ട്. ഇപ്പം ഇന്ത്യൻ ഡൈനാമിക്സിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൈഫ് വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഈ പുരുഷൻ മോറലി തന്നെ ചിന്തിക്കുകയാണ് വൈഫിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം പാരൻസിനുണ്ട്, അല്ലെങ്കിൽ വൈഫ് അവർ പറയുന്നതും കൂടെ കേൾക്കണം എന്നുള്ള രീതിയിലാണ് മോറലി ചിന്തിക്കുകയാണ്, ഇന്നസെന്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈ ന്യൂലി മാരീഡ് ആയിട്ടുള്ള മാൻ പാരൻസിനും വൈഫിനും ഇടയിൽ ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് കിട്ടുന്നില്ല. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ലൈഫ് കുറെ കൂടെ വോളണ്ടറി ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും, ഇപ്പം നമ്മൾ വേറൊരാളുടെ പ്രസൻസിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ എടുക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യും. നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ്, ചില കാര്യങ്ങൾ നമ്മൾ ഫെയിലായി പോകും. ഇപ്പം ചില കാര്യങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാവുമായിരിക്കും, പക്ഷെ എക്സ്പീരിയൻസിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ ഫെയിലായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോഴാണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതായത് നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ ഫിറ്റ് ആവുന്നത് എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം എനിക്ക് എപ്പോഴും കുറച്ച് ടഫാണ്. നമ്മൾ വോളണ്ടറി ആയിട്ട് ലൈഫ് എടുക്കാനുള്ള വില്ലിങ്നെസ് വേണം, മോറലി ലൈഫ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് വേണം, എന്നാൽ മാത്രമേ ഈ ന്യൂക്ലിയർ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് ഫങ്ഷനിങ് ആയിട്ടുള്ള കേസുകളിൽ വളരെ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് നമ്മുടെ ഒരു പുതിയ ലൈഫിൽ ഒരാളിലോട്ട് വരുമ്പോഴേ ജീവിച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ്, ജീവിതം ജീവിച്ച് പഠിക്കുക എന്നുള്ളത്. അതെ, ഇപ്പം 18 വയസ്സ് കഴിഞ്ഞ ഒരാളിൻ്റെ അടുത്ത് ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പറയുന്നത് പോലെ നമ്മൾ പറയേണ്ട കാര്യം ആവശ്യമില്ല. പുതിയൊരാള് ഒരു ഫാമിലി ലൈഫിലോട്ട് വരുമ്പം അയാള് കല്യാണത്തിന് തയ്യാറാവുന്ന തന്നെ ഞാൻ എഫിഷ്യന്റ് ആണ്, എനിക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫാമിലി റൺ ചെയ്യാൻ പറ്റും. 18 വയസ്സാകുമ്പോൾ അല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. 18 വയസ്സും കഴിഞ്ഞ് എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 വർഷം ചിലപ്പോൾ അവർക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസും ഉണ്ടായെന്ന് വരാം. പിന്നെ ഫാമിലിയിൽ വരുമ്പോൾ നമ്മൾ ആരാണ് പണം ചെലവാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനമായ കാര്യം. ആരുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പെൻഷനറായിട്ടുള്ള ഫാമിലീസിലാണ് ഈ കൂടുതൽ ഗൈഡൻസിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് വരുമാനമുള്ളവരും മക്കൾക്ക് ചെലവിന് കൊടുക്കുന്ന സമയം വരുമ്പോഴാണ് അവരുടെ നിയന്ത്രണത്തിൽ കൂടുതൽ വരുന്നത്, പവർ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നത്. കാരണം അവർ സ്കൂളിൽ പഠിച്ച് ഫീസ് കൊടുത്ത് ഈ അച്ഛനും അമ്മയായിരുന്ന പോലെ വളർത്തി അവരുടെ പ്രോഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഈ മക്കൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ചില സമയം ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ വീട് വെച്ചു കൊടുക്കുന്ന ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കും. നോർമലി ഇപ്പോൾ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ കാണും, വരുമാനമൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ സഹായമോ ചെയ്യുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടതാണ്, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതല്ല. എങ്കിൽ തന്നെയും അത് ഞാൻ കൊടുത്തതാണ് അല്ലെങ്കിൽ എന്റെ ചെലവിൽ വെച്ചതാണ് എന്നുള്ള ഒരു ഹോൾഡ് ഒരു പിടി മക്കളുടെ പുറത്തുണ്ടാവണമെന്ന് അച്ഛനമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അത് ശരിക്കും അവരുടെ ഒരു സെൽഫിഷ്നെസ് ആണ്. പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം അവർ ഇനി ഞങ്ങൾ വീക്കാവുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നോക്കണം എന്നുള്ള ഒരു സാധനമാണ് അതിനകത്ത് വരുന്നത്. അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാലും നമ്മളിപ്പോ മക്കളെ കുഞ്ഞായിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഇനി അച്ഛനമ്മമാര് വയസ്സായിരിക്കുമ്പോൾ ഈ ആള് തന്നെ നോക്കണം. അതാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കും പോലെ വലിയ ആൾക്കാരെ ഇപ്പൊ നോക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യം അങ്ങനെയാണ്. കാരണം പലരും ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഇപ്പൊ ഉള്ളിൽ ഒന്ന് വെച്ച് വേറെന്താണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒക്കറൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളെ ഒരിക്കൽ നമ്മളെ പറ്റിക്കുകയാണ്, വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ്, മൂന്നാമത് നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഇന്റലക്ച്വലി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യും, അത് മാറി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിലാകുമ്പോൾ അങ്ങനെ നമുക്ക് മാറിപ്പോകാൻ സാധിക്കില്ല. നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, പക്ഷെ ആ ട്രസ്റ്റ് ഉണ്ടാവില്ല. അതാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഒരു ഇന്റിമസി അല്ലെങ്കിൽ പറയുന്ന ഒരു ബോണ്ടിങ് ഇല്ലാതായിട്ട് പല ഫാമിലികളിലും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള നോക്കുമ്പോഴും കുടുംബപരമായിട്ട് നോക്കുമ്പോഴും എല്ലാവരെയും കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവര് ഞങ്ങളെ പരിധിക്ക് വരണം. മക്കള് സാമ്പത്തിക ശേഷിയുള്ള മക്കൾ വിചാരിക്കുന്ന അച്ഛനും അമ്മയും ഞാൻ പറയുമ്പോൾ കേൾക്കണം. ഇത്രയും നാളും അവര് പറയുന്നില്ല ഞാൻ കേട്ടത്. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള അച്ഛനും അമ്മയും വിചാരിക്കുന്നത് മക്കൾ ഇപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ് കേൾക്കേണ്ടത്. കാരണം എന്നെ കൊണ്ട് ആവശ്യം ഇനി അവർക്കുണ്ട്. ഫിനാൻഷ്യൽ കൺട്രോൾ ആണ് നമ്മുടെ നേരിട്ടുള്ള ഇടപെടലിലോട്ട് വരുന്നത്. അപ്പൊ അവർക്കൊരു സ്വാതന്ത്ര്യം. പിന്നെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്ക് 50 വയസ്സായി 60 വയസ്സായി, അപ്പൊ മോന് 25 വയസ്സേ ആയുള്ളൂ, അപ്പൊ അവൻ തീരുമാനങ്ങൾ എടുക്കാനോ ഈ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല എന്നുള്ള അണ്ടർ എസ്റ്റിമേറ്റ്. അവര് അന്ന് 25 വയസ്സുള്ളപ്പോഴും അല്ലെങ്കിൽ 30 വയസ്സുള്ളപ്പോഴായിരിക്കും അവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സമയത്ത് ശരിക്കും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണവന്മാരുടെ ഗൈഡൻസിലാണ് അവർ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇന്നത്തെ കുട്ടിക്ക് അങ്ങനെയൊന്നും അല്ല. ഇന്നത്തെ കുട്ടി ഒരു 15 വയസ്സ് കഴിഞ്ഞ് മുതൽ തന്നെ അവർ സ്വന്തമായിട്ട് കൂടുതലാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അത് എവിടെ നിന്നൊക്കെ ഗൈഡൻസ് വേണമെന്നും അഡ്വൈസ് എവിടെ നിന്നൊക്കെ കിട്ടണമെന്നും അത് തേടിപ്പോവാനും കണ്ടെത്താനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. പണ്ടൊന്നും അതൊന്നും ഇല്ല. പണ്ട് പത്രം വായിക്കുന്നവരാണ് വളരെ കുറവ്. ഇപ്പൊ നമുക്ക് നെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കമ്മ്യൂണിക്കേഷൻ വളരെ ദൂരെയുള്ള ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ഇപ്പൊ എന്താണ് അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് വിളിച്ച് ചോദിക്കാം, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, എന്താണ് എന്റെ അഭിപ്രായം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരോട് വളരെ പെട്ടെന്ന് ഒപ്പീനിയൻ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് റാഷണൽ ആയിട്ടുള്ള വരാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മളൊരു കൺഫർമേഷൻ. അപ്പൊ ശരിക്കും പിള്ളേരെ ജീവിക്കാൻ വിടുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പിള്ളേർ തന്നെ നല്ലൊരു ബോണ്ടിങ് വെച്ചിട്ട് അച്ഛനും അമ്മയോടും ഒരു കൺഫർമേഷൻ ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് ഓർഡർ അല്ല വേണ്ടത്, ഒപ്പീനിയൻ കിട്ടുക. അപ്പൊ നമുക്കൊരു ഗൈഡൻസ് കിട്ടുക. തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആരുടെ പുറത്താണ് ആ എഫക്ട് വരുന്നത് അവര് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. കാരണം അവരുടെ ചോയ്സ്. എന്നാലും അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറും എന്താ പറയാ ആരുടെയോ ആക്ടിവിറ്റികൾ ചെയ്യുന്ന ഒരു ലേബർ റിമോട്ട് വേറെയാണ്, നമ്മളെ റിമോട്ട് നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ്. അതാണ് ഒരു അടിസ്ഥാന പ്രോബ്ലം. ഈ റിമോട്ട് ചേഞ്ച് ചെയ്യാനോ ബാറ്ററി ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. നമുക്ക് ബാറ്ററി വേണമെങ്കിൽ തരാം, റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യണത് നമ്മളെ വേറെ ആരെങ്കിലും. ആ ഒരു എന്താ പറയാ ഉപമയാണ് കുറെ കൂടെ കറക്റ്റ് ആയിട്ട് എനിക്ക് വരുന്നത്. പിന്നെ വേറൊരു പ്രോബ്ലം ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പൊ യങ്ങർ ജനറേഷനിലാണെങ്കിലും ഈ പറയുന്ന ഫ്രീഡം എടുക്കാനുള്ള ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു വില്ലിങ്നെസ് യങ്ങർ ജനറേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പല യങ്ങർ കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ യങ്ങർ മെൻസ് ആണെങ്കിലും അവർ പാരന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. മേ ബി ഫിനാൻഷ്യൽ ഗെയിൻ ഉള്ളതുകൊണ്ടായിരിക്കാം, അവർക്ക് കുറെ കൂടെ കംഫർട്ട് ആയിരിക്കാം, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള വില്ലിങ്നെസ് കുറവായിരിക്കാം. അതും ഈ പറഞ്ഞ പോലെ മ്യൂച്വലി എന്താ പറയുക പരസ്പരം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു
അതൊരിക്കലും ഫുള്ളി ഫങ്ഷനിങ് ആവുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഫാമിലീസോ അല്ലെങ്കിൽ ന്യൂലി മാരിഡ് ആയിട്ടുള്ള കപ്പിൾസ് അവർ ഫാമിലി ഫങ്ഷനിങ് ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവമാണ്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഒരു അരപ്പരുവത്തിന് അങ്ങ് പോവാണ്, ഒരു ഹൈബ്രിഡ് ആയിട്ട്. അത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അതിനകത്ത് കൂടുതൽ സഫർ ചെയ്യുന്ന പലപ്പോഴും സ്ത്രീകളാണ്, അല്ലെങ്കിൽ ഭാര്യമാരാണ് അതിനകത്ത് സഫർ ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വൈഫ് ഹസ്ബൻഡിന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. അപ്പം ഹസ്ബൻഡിന്റെ വാല്യൂ സിസ്റ്റമാണ് കൂടുതലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അഡോപ്റ്റേഷനാണ് കൂടുതലും നടക്കുന്നത്. അപ്പം യങ്ങർ ജനറേഷൻ ആ ഒരു ഫ്രീഡം എടുക്കാനുള്ള വില്ലിങ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വില്ലിങ്നെസ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. ഒരു ഈസി ഗോയിങ് മെത്തേഡ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് വലിയ ഉത്തരവാദിത്തം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അവരൊക്കെ നോക്കില്ലേ. നമുക്ക് ഫ്രീ ആയിട്ട് ആരോ തുഴയുന്ന വള്ളത്തിൽ ഇരുന്നങ്ങ് പോവാം, നമുക്ക് അക്കരെ എത്തിയാൽ മതിയല്ലോ, നമ്മൾ അധ്വാനം ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് അധ്വാനിക്കേണ്ട സമയത്ത് തുഴ ആളില്ലാതെ വരുമ്പോൾ വിചാരിച്ചാണ് പല യങ്ങർ കപ്പിളും ജീവിക്കുന്നത്. പക്ഷേ ഈ തുഴ ആളില്ലാതെ വരുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തുഴയാനുള്ള പ്രാപ്തി പ്രാപിക്കുകയില്ല. ഇവര് കൺഫ്രണ്ടേഷൻ വരുമ്പോൾ വലിയ രീതിയിലുള്ള അങ്ങോട്ടും പഴിയാറുകയും ഫാമിലി ലൈഫിനെ ബാധിക്കുകയും ചെയ്യുന്നതാണ് സംഭവിക്കുന്നത്. ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇപ്പൊ ഈ ജെൻ സി ഒക്കെ കൂടുതലും മാരിറ്റൽ അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു സ്പൗസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ റീസെന്റ് മനസ്സിലാക്കിയ ഒരു കാര്യം, ഡേറ്റിംഗ് ആപ്പുകളിലാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒക്കെ സമയത്താണെങ്കിൽ കൂടുതൽ മാട്രിമോണിയൽ സൈറ്റുകളിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ ഈ നൈവായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള പല പെൺകുട്ടികളും പോയി രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന മെന്നിനെ സീക്കുകയാണ്. ആ തിയറിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എങ്ങനെയാണ് ആക്ച്വലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഡേറ്റിംഗ് ആപ്പുകൾ വർക്ക് ചെയ്യുക എന്നുള്ളത്? മോസ്റ്റ്ലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, കാഷ്വൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സെക്ഷൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഡേറ്റിംഗ് ആപ്പുകളൊക്കെ തന്നെ ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. വെസ്റ്റേൺ കൺസെപ്റ്റിലാണെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഇന്ത്യയിൽ മാട്രിമോണിയൽ സൈറ്റ് മീറ്റ് ചെയ്യുന്ന പർപ്പസുകളാണ് ഒരു പരിധിവരെ ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരിക്കും, പക്ഷെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഈ ജെൻസി ഫീമെയിൽസ് ഒക്കെ തന്നെ ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഓണസ്റ്റായിട്ട്, മോറലായിട്ട്, സീരിയസ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് യങ്ങർ മെന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അൺമാരീഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള, ചിലപ്പോൾ അവർ ഡെയിലി വേജ് ഏണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾ നടത്തുന്നവരായിരിക്കും, അത് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷെ അവർക്കൊന്നും തന്നെ കല്യാണത്തിന് ഒരു പെൺകുട്ടി അന്വേഷിച്ച് പോയാൽ കിട്ടാത്ത ഒരു അവസ്ഥയായിരിക്കും. പെൺകുട്ടികളൊക്കെ തന്നെ ഹൈലി എഡ്യൂക്കേഷണലി വളരെ സുപ്പീരിയർ ആണ് നമ്മുടെ ആവറേജ് മെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതൊരു പ്രോബ്ലമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ, ഇവർ നോക്കുന്ന അല്ലെങ്കിൽ ഒരു അവൈലബിൾ ആക്കുന്നത്. ഇപ്പം പെൺകുട്ടികൾ നോക്കുന്ന രീതിയിലുള്ള ആൺകുട്ടികളും ഇല്ല, ആൺകുട്ടികൾ നോക്കുന്ന രീതിയിലുള്ള പെൺകുട്ടികളും നമ്മളെ നാട്ടിലില്ല. ആ ഒരു പ്രോബ്ലം ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്? പെർസ്പെക്റ്റീവ് എവിടെ നോക്കിയാലും ആരെങ്ങനെ നോക്കിയാലും നമുക്ക് സാമ്പത്തിക അടിസ്ഥാനമാണ് മെയിനായിട്ട് വരുന്നത്. മാരേജ് ലൈഫ് എന്ന് പറയുമ്പം എല്ലാവരും കണ്ടെത്തുന്നത് സ്റ്റേബിളായിട്ടുള്ള ഒരു സാമ്പത്തികമുള്ള ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ അത് എത്ര വലിയ ഉയർന്ന നിലയിലുള്ള ഒരാളായാലും കുഴപ്പമില്ല, അവരെക്കാളും എക്കണോമിക്കലി ഹയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് പെൺകുട്ടികൾ അന്വേഷിക്കാറുള്ളത്. അപ്പോൾ അവരുടെ ക്വാളിറ്റീസ്, ബെസ്റ്റ് ക്വാളിറ്റീസ് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. നമുക്കുള്ള ക്വാളിറ്റീസ് വലിയ വേണ്ടപ്പെട്ടതാണെന്നും അതിപ്പോൾ സൗന്ദര്യമായാലും ക്യാരക്ടറായാലും വിദ്യാഭ്യാസമായാലും കുടുംബ മഹിമയായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അതൊന്ന് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഞാൻ എന്ത് ഡിസർവ് ചെയ്യുന്നു, എനിക്ക് ഏത് ലെവൽ വരെ പോകാൻ പറ്റും, എനിക്ക് എന്തിന് അർഹതയുണ്ട് എന്നുള്ള ഒരു ക്വാളിറ്റി ഓരോരുത്തരും, അപ്പോൾ എല്ലാവരും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളിനെ കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം ആണുങ്ങൾ നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നല്ല സ്വഭാവമുള്ളതും നല്ല വിദ്യാഭ്യാസമുള്ളതും കാണാൻ സൗന്ദര്യമുള്ളതും നല്ല സാമ്പത്തിക ശേഷിയുള്ളതും നല്ല വീട്ടിൽ ജനിച്ചതുമായിട്ടുള്ള ആൾക്കാരെയാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ വളരെ 2%, 3% നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ളൂ. അപ്പോൾ കുറെ വിട്ടുവീഴ്ചകൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും സാക്രിഫിഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമുക്ക് ഏതാണ്, മ്യൂച്വലി ബെനിഫിഷ്യൽ ഏതാണ് എന്ന് നോക്കുമ്പോഴാണ് ഈ ഇങ്ങനെ സെറ്റായിട്ട് ഈ തീരുമാനത്തിലോട്ട് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ പലപ്പോഴും. ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, ഇപ്പം ഒരു ആവറേജ് യങ്ങർ മെന്നിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 12th അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ
PG പോകുമ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇപ്പം വളരെ മെയിൽസിൻ്റെ നമ്പർ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറവായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ MBBS നമ്മൾ മുമ്പ് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ് മെയിൽസ് ഉള്ളത്. ഇപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ 80 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു 20 ആൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 60 പെൺകുട്ടികളുണ്ടെങ്കിൽ 40 ആൺകുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ 10 പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ 30 പെൺകുട്ടികൾ MBBS അല്ലാത്ത പ്രൊഫഷനിലുള്ള ആൺകുട്ടികളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാ ഫീൽഡിലും ഇപ്പം നമുക്ക് ഒരു IQ ഇവാലുവേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സൊസൈറ്റിയിൽ ആവറേജ് IQ ഉള്ളത് കൂടുതലും പെൺകുട്ടികൾക്കാണ്. ഇപ്പം ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ മെന്നാണ്. എല്ലാ മേഖലയിലും ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള മെന്നിൻ്റെ നമ്പർ കൂടുതലാണ്. അതേസമയം ഇൻ്റലക്ച്വലി ഡിസേബിലിറ്റി ഉള്ള പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉള്ള ആൾക്കാരെ എണ്ണം കൂടുതൽ നോക്കിയാലും അവിടെയും മെന്നാണ്. അതേസമയം ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളത് കൂടുതലും മെന്നുമാണ്, ഹൈലി സക്സസ്ഫുൾ അല്ലാത്തതും മെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്പർ ഇതിൻ്റെ ഒരു മീനിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കൂടുതലും ഫീമെയിൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ നാട്ടിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ എടുത്ത് നോക്കിയാലും PSC അപ്പോയിൻമെൻറ്റുകളൊക്കെ നോക്കിയാലും കൂടുതലും അതിനകത്തേക്ക് റിക്രൂട്ടഡ് ആവുന്നതൊക്കെ ഫീമെയിൽസ് തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ മെയിൽസ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതായത് ഈ ഒരു ബാറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട വേറൊരു റീസൺ എന്ന് പറയുന്നത് മെന്നിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 15 വയസ്സ് കഴിയുമ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറും ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രഷറും ഉണ്ടാവും, എത്രയും പെട്ടെന്ന് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. പിന്നെ ഫീമെയിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പാരൻസ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. പാരൻസിൻ്റെ ഫണ്ടിങ്ങിൽ അവരെത്ര നാൾ വേണമെങ്കിലും ഏൺ ചെയ്യാതെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത്രയും നാൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് വഴി തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം വഴി അവർക്ക് ജോലികളിലേക്ക് കയറാനും പറ്റും. അപ്പം ഈ IQ-ലുണ്ടായിരിക്കുന്ന IQ എന്ന് പറയുന്നത് നമ്പർ കൂടുതലും പെൺകുട്ടികളാണ് ആവറേജ് IQ-ൽ വരുന്നത്. ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള മെന്ന് ധാരാളം ഉണ്ട് താനും. പക്ഷേ ഈ വിമൻ എപ്പോഴും എൻകറേജ് ചെയ്യപ്പെടുന്നത് ഈ മെന്നിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നിട്ടും കൂടെ അവരെ തന്നെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്പർ വൈസ് വളരെ കുറവാണ്, പക്ഷെ അവരെ തന്നെയാണ് പലരും സീക്ക് ചെയ്ത് പോകുന്നത്. പക്ഷെ അങ്ങനെ സീക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഇല്ലാത്തത് കാരണം തന്നെ പല പെൺകുട്ടികൾക്കും പ്രോപ്പറായിട്ടുള്ള മാച്ച് കിട്ടുന്നില്ല. മെൻ അത്രയും എഡ്യൂക്കേറ്റഡും അല്ല. മെന്ന് ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, പക്ഷെ അതിന് താഴേക്ക് വരുമ്പം ആവറേജ് ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും മെന്നിനെക്കാളും വിമണാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പം 80 വിമൺ ഉണ്ടെങ്കിൽ 20 മെന്നെ അവർക്ക് മാച്ചിങ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ളൊരു മാച്ച് അവർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനി മെന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിലോ അവർ നേരത്തെ തന്നെ ഇൻകം ജനറേഷന് വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് അവർക്കൊരു എഡ്യൂക്കേഷണൽ വൈസ് വളർന്നു വരാനും പറ്റുന്നില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് വർഷങ്ങൾ കളയാനും പലർക്കും ഉള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇതൊരു വലിയൊരു സോഷ്യൽ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് ഡയറക്റ്റ്ലി ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം. പക്ഷേ നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ഡീപ്പായിട്ട് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു മാച്ചിങ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തടത്തോളം കാലം ഈ മാരിറ്റൽ ലൈഫ് ഇങ്ങനെ പലർക്കും ഒരു ബെസ്റ്റ് മാച്ച് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും അറിയാം, ഏത് ക്ലാസ്സിൽ നോക്കിയാലും പെർസെൻറ്റേജ് ഓഫ് പെൺകുട്ടികൾ തന്നെയാണ് കൂടുതൽ. നമ്മുടെ കേരളത്തിൻ്റെ സോഷ്യൽ ലൈഫിലും പെൺകുട്ടികളുടെ എണ്ണം തന്നെയാണ് കൂടുതൽ. ഇനി അത് പോയിട്ട് ഹയർ ക്ലാസ്സുകളിലോട്ട് വരുമ്പം വരുന്ന എണ്ണം വളരെ ചോയ്സ് കുറവാണ്. അതായത് +2 കഴിഞ്ഞിട്ടുള്ള പഠനങ്ങളിൽ പെൺകുട്ടികൾ തന്നെയാണ് എല്ലാ ക്ലാസ്സും നിറഞ്ഞിരിക്കുന്നത്. 2 ബെഞ്ച് ആൺകുട്ടികളും 8 ബെഞ്ചോ 10 ബെഞ്ചോ പെൺകുട്ടികളുമാണ് കാണാറുള്ളത്. അത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നിതിൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ രീതി അങ്ങനെയാണ്. അത് അവരെ മാക്സിമം പഠിപ്പിക്കുക എന്നുള്ളത്, പെൺകുട്ടികളെ മാക്സിമം പഠിപ്പിക്കുക എന്നുള്ളത് ഇന്നർ ലൈങ് ആയിട്ട് എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു സാധനമാണ്. കാരണം അവരെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കുക. അപ്പം മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതും പ്ലസ് അവരെ അതനുസരിച്ച് ആ വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ആ സമയത്ത് മറ്റേ പൂളിൽ ആളെ കിട്ടാത്ത ആളിന് ഒരു വലിയൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഏത് ഫാമിലി എടുത്ത് നോക്കിയാലും പെൺകുട്ടിയൊക്കെ തന്നെയാണ് വിദ്യാഭ്യാസം കൂടുതൽ. ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ
+2 ITI അല്ലെങ്കിൽ ഒരു ഡിപ്ലോമക്കാരൻ കല്യാണം കഴിക്കുന്നത് ഗ്രാജുവേറ്റോ ബിടെക്കോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. എപ്പോഴും ഏത് ഫാമിലി നോക്കിയാലും മിക്കവാറുള്ള ഫാമിലികളിൽ പെൺകുട്ടിക്ക് തന്നെയായിരിക്കും വിദ്യാഭ്യാസം കൂടുതൽ. എന്നാൽ പ്രാക്ടിക്കൽ നോളജ് കൂടുതലായിരിക്കുന്ന ആൺകുട്ടി. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ വീട് വെച്ചല്ലോ, അപ്പം ധാരാളം ആൾക്കാർ ഡെയിലി വേജ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ പലരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സൈക്കോളജിക്കൽ അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ സക്സസ്ഫുള്ളി ഈ ജോബിനകത്ത് അവർ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് കൂടെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ നോർമൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ ആണുങ്ങൾ തന്നെയായിരിക്കും അത് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. അതെ, അതാണ് ഇവിടുത്തെ നമ്മുടെ ലെഫ്റ്റ് ഐഡിയോളജിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം അങ്ങനെയാണ്. കാരണം അവർ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടും ബുദ്ധിക്കുറവ് കൊണ്ടല്ല അവര് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്തത്. അവരുടെ ഉത്തരവാദിത്വവും പിന്നെ നമ്മുടെ മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സമൂഹമാണ്. അപ്പൊ ഫാമിലി റൺ ചെയ്യേണ്ടത് ഞാനാണ്, മറ്റേ ആള് സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് മാത്രം. എന്നിട്ട് മെയിലിനെ മൊത്തം പഴിയും മെയിലിന്റെ സൈഡാണ്. അതൊരു ഓപ്പോസിറ്റ് ഫെമിനിസം പറയുന്ന കാര്യം വലിയ ഇതാണ്. അത് മെയിലിനെയാണ് ആക്ച്വലി ബ്ലൈം ചെയ്യുന്നത്. ആക്ച്വലി മെയിൽ അല്ല, മെയില് അവർ ഓണസ്റ്റ്ലി നേരത്തെ ട്രൈ ചെയ്യുകയാണ് ഈ ഏൺ ചെയ്യാൻ വേണ്ടി. പക്ഷെ പിന്നീട് വരുന്ന മിസ്മാച്ച് ആണ് ആക്ച്വലി പലപ്പോഴും കാരണമായിട്ട് തോന്നുന്നത്. അല്ലാതെ പെൺകുട്ടികൾ ഒരു കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ അച്ഛനമ്മയുടെയും ഗൈഡൻസിൽ ജീവിക്കുകയും ഓവർ പ്രിവിലേജ് അവർക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നും കിട്ടുന്ന പെൺകുട്ടികളുണ്ട്. ഭർത്താക്കന്മാര് തന്നെ പെൺകുട്ടികളെ പഠിപ്പിച്ച് ജോലിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ നോർമൽ ലൈഫിൽ കൂടുതലും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടുവരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേവും ഭാര്യമാരെ PSC പഠിപ്പിച്ചിട്ട് അവരെ ജോലിയിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടുതൽ ഉണ്ടാക്കുക, ഫാമിലി അതിപ്പം ഒരു ഞാൻ അതായത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ വൈഫിന് ഒരു ഫിനാൻഷ്യൽ ഇൻകം സോഴ്സ് ആയിട്ട് തന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയും കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പഠിക്കണം, വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരാ, അല്ലെങ്കിൽ ആ കുട്ടി കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരാൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് തടസ്സം നിൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ കുട്ടി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കി, എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി അതിനകത്തൊരു ഫുൾഫിൽമെന്റ് കണ്ടെത്തുവാണെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം കൊടുക്കത്തില്ല. ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും ജോലിക്ക് പോകുന്നില്ലേ, എന്ന് ജോലിക്ക് പോകും, എന്താ ട്രൈ ചെയ്യാത്ത, ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പം നമ്മളെ തന്നെ കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് വൈഫ് എന്ത് ചെയ്യുന്നു, എല്ലാവരും ചോദിക്കുന്നു വൈഫ് ജോലിക്ക് പോകുന്നില്ലേ. അപ്പം ആക്ച്വലി അതൊരു ഫിനാൻഷ്യൽ ഇൻകത്തിന്റെ സോഴ്സ് ആയിട്ടാണ് പലപ്പോഴും മാറുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ബേർഡൻ ലോങ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നതായിട്ട്. അത് അവസാനം അൾട്ടിമേറ്റ്ലി ബാധിക്കപ്പെടുന്നത് പെൺകുട്ടികൾ, അതായത് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അവരുടെ ഓവർ എക്സ്പെക്ടേഷൻ ആണ്, സമൂഹത്തിന്റെ ഓവർ എക്സ്പെക്ടേഷൻ ആണ് ഈ പെൺകുട്ടികളുടെ പ്രശ്നത്തിലോട്ട് വരുന്നത്. മുമ്പ് ആൾക്കാർ ജോലിക്ക് പോകണമെന്ന് പെൺകുട്ടികൾ ആഗ്രഹിക്കുകയും അവരെ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ വീട്ടിലെ ജോലി കൂടുതൽ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. വീട്ടു ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ കുറച്ച് ലെവലിൽ ചെയ്യാനുള്ള യന്ത്രങ്ങളും സപ്പോർട്ടും ഒക്കെ നമുക്കുണ്ട്. ടെക്നോളജി ഉണ്ട്. നമുക്ക് കുറഞ്ഞ സമയത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലി തീർക്കാം. അത് കഴിഞ്ഞിട്ട് കുറെ ഫ്രീ ടൈം ഉണ്ട്. ഈ ഫ്രീ ടൈമിൽ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ പ്രധാനത്തില് ബിടെക് കഴിഞ്ഞ് വന്ന മരുമോള് എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും കുറ്റം പറയുന്നത് ഞാൻ കേട്ടു. വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, ടി വിയും കാണുന്നു, വീട്ടിലൂടെ എന്താണ് പണി, ഞങ്ങളെ കാര്യം നോക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഈ ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി ഞാൻ നേരിട്ടായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ് ആണ്, ഞാൻ ചോദിച്ചതാണ്. പറഞ്ഞു ഞാൻ കുറെ പഠിച്ച് കഷ്ടപ്പെട്ട് എനിക്ക് പഠിക്കാൻ വയ്യ, ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നില്ല, ഇവർക്ക് എന്താണ് അങ്ങനെ ഇച്ചിരി സമാധാനമായിട്ട് ഇരുന്നോട്ടെ. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ ഇപ്പൊ അണ്ടർ എസ്റ്റിമേറ്റ് അവരെ വഴക്ക് പറയാണ് ചെയ്യുന്നത്, വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ്. കാരണം അവര് പറയുന്നത് അവരെ കൂടെ ജോലിയുള്ള കൂടെ പഠിച്ച ആൾക്കാർ ഇതേപോലെ കല്യാണം കഴിച്ചിട്ട് അവര് മറ്റൊരു ജോലി ചെയ്ത് ജീവിക്കുകയും അവർക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത സ്ട്രഗിൾ അവർ നേരിട്ട് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ മറ്റു കൂട്ടുകാരികള് ഇവർ രാജകുമാരിയെ പോലെ ജീവിക്കുന്നതാണ് പറയുന്നത്. കാരണം ഇപ്പൊ ഹസ്ബൻഡും പറയുന്നുണ്ട് നിങ്ങളും കൂടെ ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ എനിക്കും കൂടെ സപ്പോർട്ടാണ്. അത് ജോലിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ കൊണ്ട്, അല്ലാതെ ഇവരെ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകാനോ ഇവരെ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വേറൊരു സുഹൃത്തിന്റെ കല്യാണത്തിന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടി പറഞ്ഞ് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, ബിടെക് ഹോൾഡറാണ്, എന്നാൽ എനിക്ക് ജോലിക്ക് പോകണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് മാസം ഒരു 20,000 രൂപയുടെ ചെലവുണ്ട് എന്റെ കാര്യങ്ങൾ നോക്കാനും. അത് നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണമെന്നില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ആ ഒരു കാശ് തന്നത് കൊണ്ട്
പിന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അങ്ങനെ നിങ്ങൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകണമെന്ന് എനിക്കത് ആഗ്രഹമൊന്നുമില്ല. കാരണം മറ്റൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുക, പ്രഷർ ഉണ്ടാക്കുക, ആ ലൈഫിനെയും പ്രഷറിനെയും വീട്ടിലോട്ട് കൊണ്ടുവരിക, അത് പിന്നെ വീട്ടിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും സ്റ്റേബിൾ ആക്കുക. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകാന്ന് പറയുന്നത്. പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് റൺ ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം, പിന്നെ ഒരു റെസ്പെക്ട് കിട്ടുക എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇന്നതായി ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൊള്ളാം, അപ്പം നിങ്ങൾ ഞാൻ കൂടുതൽ ബഹുമാനം അർഹിക്കുന്നു. ആ ഒരു തോട്ടാണ്. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ ഒരു പർപ്പസ് തന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ടായി റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരാളിനെ ചോദിക്കുമ്പോ എന്തോ ചെയ്യുന്നു, എന്താ ജോലി ചെയ്യുന്നു, അപ്പൊ ഞാൻ ഇവിടെ ഒരു കടയിൽ സെയിൽസ്മാൻ ആണ്. അപ്പൊ ഓക്കെ അത് നമ്മളായി. അപ്പൊ നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു? അത് എന്റെ ചേട്ടൻ ഡോക്ടറാണ്. എവിടെയാണ്? ഇന്ന സ്ഥലത്താണ്. അപ്പൊ ആ ചേട്ടൻ വരുന്നെന്ന് പറയുമ്പോൾ അവരോടുള്ള ഒരു സ്പെഷ്യൽ ബഹുമാനം. മനസ്സിലായി. നമ്മൾ ഈ പറഞ്ഞ ആദ്യം ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്ന കുറച്ച് ബഹുമാനമൊക്കെ മതി. അപ്പൊ നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്ന ആളിനെ എത്ര ബഹുമാനിക്കണം എന്ന് നേരത്തെ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ആ ഒരു ഡിറ്റർമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടാണ് ആക്ച്വലി ആൾക്കാർ ഇടപെടുന്നത്. ഇപ്പം ആൾക്കാരെ ആ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ലെവൽ വെച്ചിട്ട് ആ സ്ട്രാറ്റ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്നുള്ള കാര്യം കണക്കാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സൊസൈറ്റി നമ്മൾ അംഗീകരിക്കുന്നത് വാസ്തവം അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാ ജോലിക്കും അതിന്റെ മഹത്വം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെ തരാത്തത് കൊണ്ടാണ്. അതെ, ആ സൊസൈറ്റി തരാത്തത് കൊണ്ടാണ്. അങ്ങനെ സാധനം ഇല്ല. എല്ലാ ജോലിക്കും ഒരേപോലെ സാധനം വാല്യൂ ഇല്ല. അല്ല, അതിന്റെ മീനിങ് ഒരുപോലെയല്ല. അതായത് നമ്മൾ അതിന് ഏൺ ചെയ്യുന്നത് ഡിഫറെന്റ് ആണെങ്കിലും അതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന ഫുൾഫിൽമെന്റ്, സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഒരാള് ചെരുപ്പ് കുത്തുകയാണ്. അപ്പൊ ആ ചെരുപ്പ് കുത്തുന്ന ജോലി ഏറ്റവും ഓണസ്റ്റ് ആയിട്ടും ഏറ്റവും സീരിയസ് ആയിട്ടും ഏറ്റവും ഭംഗിയായിട്ടും അയാൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഫുൾഫിൽമെന്റും. ഇപ്പം ഒരു ജില്ലാ കളക്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തി ആളുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസ് എന്താ പറയുക, നിയമത്തെ വ്യതിചലിക്കാതെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇടപെടേണ്ടുന്ന കാര്യങ്ങൾ ഇടപെട്ട് പേഴ്സണലായിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ കറപ്റ്റ് ആവാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു വ്യക്തിയും ഈ ഒരു വ്യക്തിയും തമ്മിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന രണ്ട് ഇൻഡിവിജ്വൽസിനും ഉണ്ടാകുന്ന ഫുൾഫിൽമെന്റ്, സാറ്റിസ്ഫാക്ഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെയിം ആണ്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സ്റ്റാറ്റസിലും പവറിലും ഇൻകം ഏണിങ്ങിലും മാത്രമാണ്. പക്ഷെ ഈ സോഷ്യൽ സ്റ്റാറ്റസും പവറും ഇൻകം ഏണിങ്ങും നമ്മളുടെ ലൈഫിൽ ഒരു രീതിയിലുമുള്ള ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും ലോങ് ടേം ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഫുൾഫിൽമെൻ്റാണ്, ഒരു ആക്ച്വലൈസേഷനാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടുള്ള ഒരു മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് എത്ര പവറും എത്ര സ്റ്റാറ്റസും എത്ര ഏണിങ്ങും ഉണ്ടെങ്കിലും നമുക്ക് രാത്രി വന്നു കിടന്നാൽ ഒരു സമാധാനത്തോടെ ഉറങ്ങാനോ രാവിലെ നമുക്കൊരു ഫുൾഫിൽഡ് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഇവാലുവേറ്റിംഗ് ടൂളായിട്ട് അല്ലെങ്കിൽ പാരാമീറ്ററായിട്ട് മാറിയത് കൊണ്ടാണ് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട് എന്നുള്ള റിയാലിറ്റി ഉൾക്കൊള്ളാതെ പോകുന്നത്. ശരിയല്ലേ? അല്ല, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം പല ജോബും നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ആരും സെലക്ട് ചെയ്യപ്പെടുന്നതല്ലല്ലോ. ഓരോ ജോലി പകുതി സെലക്ട് ചെയ്യുന്നതാണ്, പകുതി ജോലികൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പം കളക്ടർ ആവാൻ ആർക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കളക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടെന്നേ പറയുള്ളൂ. എല്ലാവരും ഡോക്ടർ ആവാൻ ഇഷ്ടമുണ്ടെന്നേ പറയുള്ളൂ. കർഷകനാവാനോ ചെരുപ്പുത്തി ആവാനോ ആർക്ക് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയും പറയില്ല. പോലീസിലായാലും SI ആവാനാണ് എല്ലാവർക്കും ആഗ്രഹം, കോൺസ്റ്റബിൾ ആവാൻ ആഗ്രഹമില്ല. പിന്നെ നിവർത്തിയില്ലാതെ കോൺസ്റ്റബിൾ ആയി പോകുന്നതാണ്. പിന്നെ ചിലവർ അവർ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് SI ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ വ്യത്യാസം രണ്ടിനും രണ്ട് സ്റ്റാറ്റസാണ്. ഒരാൾ SI എന്ന് പറയുമ്പോഴും ഒരാൾ കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോഴും മറ്റൊരാൾ കൊടുക്കുന്ന റെസ്പെക്റ്റും റെപ്യൂട്ടേഷനും സമൂഹം കൊടുക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് പേയ്മെന്റിലും വ്യത്യാസമുണ്ട്, ശമ്പളത്തിലും വ്യത്യാസമുണ്ട്, പവറിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവർ കാണുന്നതിലുള്ള കാഴ്ചപ്പാടാണ്. ആ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് SI ആവണമെന്നോ അല്ലെങ്കിൽ അതിന് പുറത്ത് IPS കാരനാവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം വരുന്നത്. ഒരാളിന് ഒരു കൊച്ചു കുഞ്ഞായാലും സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അവർ കാണുമ്പോൾ സമൂഹത്തിൽ ആർക്ക് എത്ര പവറുണ്ട്, അവർക്ക് എത്ര ബഹുമാനം തിരിച്ചു കിട്ടുന്നു, അത് വെച്ചിട്ടും അല്ലെങ്കിൽ എത്രയും ഫാമിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രയും ഫിനാൻഷ്യൽ ഇൻകം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് വെച്ചിട്ടുള്ളത്.
അപ്പൊ ഏറ്റവും താഴത്തെ തട്ട് മുതൽ മേളിലത്തെ തട്ട് വരെ എന്ന് പറയുന്നത് നമുക്കുണ്ട്. പക്ഷെ ഇതിൽ ആൾക്കാർ ഒരു ഫുൾഫിൽമെന്റ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താതെ പോകുന്നത്, ഇപ്പം നമ്മൾ കളക്ടർ ആവാൻ വേണ്ടിയിട്ട് എയിം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ SI ആവാൻ വേണ്ടിയിട്ട് എയിം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഇവർ ഫണ്ടമെന്റലി എയിം ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ SI ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെങ്കിൽ കളക്ടർ ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡോക്ടർ ആയാലേ പറ്റൂ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാലേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ഇന്ന കാർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ലൈഫിന്റെ എക്സിസ്റ്റൻസ് അവർ എയിം ചെയ്യുന്നത് ഇത്തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏത് സ്ട്രാറ്റജിയിലേക്ക് പോയാലും, ഇപ്പം ഒരു 10 ജില്ലാ കളക്ടർമാരെ നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചാലും അവർക്കും അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവരതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഹൈറാർക്കിയിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എലിവേറ്റ് ചെയ്താലും ഒരിക്കലും നമുക്ക് അതിനകത്തൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവത്തില്ല. കാരണം ആ ലെവലിലേക്ക് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കോമ്പറ്റീറ്ററായിട്ട് വേറെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് എയിം ചെയ്ത് പോരുതെന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ലൈഫിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്, നമ്മൾ ജീവിക്കുന്നതിന്റെ ഒരു മീനിങ് കണ്ടെത്തേണ്ടുന്നത് സോഷ്യൽ സ്റ്റാറ്റസിലല്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്നത് പോലെ വോളണ്ടറി ആയിട്ട് ഡ്യൂട്ടീസും ഒബ്ലിഗേഷൻസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ മീറ്റ് ചെയ്യുന്നത് വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് സെക്കൻഡറി ആയിട്ട് ആഡ് ഓൺ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസും പവറും എല്ലാം അത് അതിൻ്റെതായ പ്ലേസുകളിൽ യൂസ്ഫുൾ ആണ്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഇതെല്ലാം പവറും മണിയും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും ആൾക്കാർ ഫണ്ടമെന്റലി എയിം ചെയ്യുമ്പോഴാണ് അവർ ത്രൂ ഔട്ട് ദ ലൈഫ് അവരൊരിക്കലും ഹാപ്പി അല്ലാതായി മാറുന്നത്. ഇപ്പം നമ്മളുടെ ജനറേഷനിൽ പലരും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ആരും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല, ഫുൾഫിൽഡ് അല്ല. അവർ പലരും എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ജനിച്ചു അതുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഇനി എനിക്ക് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു റൈറ്റ് ഓപ്ഷൻ അല്ല, എങ്ങനെയെങ്കിലും ജീവിക്കുന്ന നാളത്രയും അങ്ങ് തള്ളിപ്പോണമെന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് വേറൊരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മുടെ ഒരു റിലീജിയൻ്റെ ആവശ്യം. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ചേട്ടൻ റിലീജിയസ് ബിലീഫ് ഉള്ള ആളാണോ, അല്ലെങ്കിൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ചേട്ടൻ വരുന്നത്. നിലവിലുള്ള ഒരു റിലീജിയസ് വ്യൂ എങ്ങനെയാണ്? സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ അപ്പം ഈ പ്രോബ്ലംസിൻ്റെ ഒക്കെ തന്നെ ഒരു സൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ റിലീജിയസ് എന്റർപ്രൈസസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓഫർ ചെയ്യുന്ന വാല്യൂസ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചേട്ടൻ ബേസിക്കലി ഒരു ഹിന്ദു റിലീജിയനിൽ നിന്നാണ് വരുന്നത്. ചേട്ടൻ ഇപ്പോഴത്തെ ഒരു സീരിയസ് റിലീജിയസ് ഫോളോവർ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഒരു റിലീജിയൻ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി? ശരിക്ക് ഞാൻ എൻ്റെ ബേസിക്കലായിട്ട് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഒരു 8-9 വർഷമായിട്ട് ഞാൻ റിലീജിയൻ വിശ്വസിക്കുന്ന ആളല്ല, ഒരു വിശ്വാസിയല്ല. എന്നാൽ മതങ്ങളെന്ന് ഞാൻ തള്ളി പറയുന്നില്ല. മതങ്ങൾക്കൊരു സോഷ്യൽ വാല്യൂ ഉണ്ട്. ആൾക്കാർ തമ്മിൽ ഇടപെടുത്താനും സഹകരിപ്പിക്കാനും ഉച്ചനീചത്വങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ മതങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. കുറച്ച് സിവിലൈസ്ഡ് ആക്കുക, പരസ്പരം, അത് പല കാറ്റഗറിയുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു മുറ്റത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു യൂണിഫൈങ് നറേറ്റീവ് സംഭവം മതങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ രീതിയിലാണ് ശരിക്കും രാജാവും പ്രജയും ഒരു സ്ഥലത്ത് വന്നു ചേരുക. അപ്പം ഇവർക്ക് എല്ലാവർക്കും മേളിൽ ഒരാളുണ്ട്, വാച്ചിങ് ഓവർ ആൾ ദിസ് എന്ന് പറയുന്ന ഒരു സാധനം. അതിനു വേണ്ടി തന്നെയാണ് ഈ മതങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ദൈവത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് മനുഷ്യൻ തന്നെ ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ചേട്ടന്റെ ഒരു വിശ്വാസം അനുസരിച്ച്, അതായത് ഇത് ബെനിഫിഷ്യൽ ആണ് സൊസൈറ്റിക്ക്? അല്ല, സൊസൈറ്റി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അത് ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നല്ല അർത്ഥത്തിലാണല്ലോ ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ മതപുരോഹിതന്മാര് നല്ല ആൾക്കാരാണെങ്കിലും മതഗുരുക്കളും നല്ല ആൾക്കാരാണെങ്കിലും ഇത് പ്രധാനമാണ്. നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആണ്. എന്നാൽ ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ മോശം ആൾക്കാരാണെങ്കിൽ ഇത് വളരെയധികം മോശമായിട്ടുള്ള ഒരു ആയുധമാണ് സമൂഹത്തിനെതിരെയുള്ള. കാരണം അവരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി, നേരത്തെ പറഞ്ഞ ഒരു നാർസിസ്റ്റിക് പവർ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ രാജാവിന്റെ കാലം നമ്മൾ പറയുമ്പോൾ തന്നെ രാജാവ് നല്ല രാജാവും മോശം രാജാവും ഉണ്ടല്ലോ. അപ്പം നല്ല രാജാവ് തന്റെ അധികാരങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും നല്ല പേര് സമ്പാദിക്കുകയും ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്ത് സമ്പാദിക്കുന്ന കാര്യങ്ങളല്ല, നല്ല പ്രവർത്തനങ്ങളിലൂടെ നല്ല പേരുണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ജനങ്ങൾ അംഗീകരിക്കും, ക്ഷേമരാജ്യം ഉണ്ടാവും. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തില് രാജാവ് സ്വന്തം സന്തോഷത്തിനെയൊക്കെ കളഞ്ഞിട്ടായിരിക്കും ഈ രാജാവ് ജനങ്ങളുടെ ക്ഷേമം നോക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു രാജാവ്, മോശം ഒരു രാജാവാണെങ്കിൽ ഈ കിട്ടുന്ന രാജ്യത്തെ റിസോഴ്സുകളെല്ലാം സ്വന്തമായിട്ട് അങ്ങ് ഉപയോഗിക്കും. ജനങ്ങൾ എങ്ങനെ നശിച്ചു പോയാലും കുഴപ്പമില്ല, സ്വന്തം സുഖലോലുപത മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം.
അപ്പൊ അവിടെ രാജാവ് എന്നുള്ള സിസ്റ്റം ഫെയിലായി. പക്ഷെ അങ്ങനെ വരുന്നത് എപ്പോഴും ഈ രാജാവ് എന്ന് പറയുന്ന ഒരാള് ഒരു ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. അല്ല, അത് നേരിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. മോശമായ രാജാവിനെ മോശമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്, വർഷങ്ങളോളം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാനൊന്നും സിസ്റ്റം ഒന്നുമില്ല. ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി ഈ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ മോൻ തന്നെ അടുത്ത വീണ്ടും മോശം ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറ്റം. ഇപ്പം ഈ ഒരു റിലീജിയന്റെ ലീഡേഴ്സും അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് പലപ്പോഴും കറപ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇപ്പം ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുരോഹിതന്മാര് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം റിലീജിയസ് ഐഡിയയും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റിലീജിയസ് ലീഡേഴ്സും ഒരിക്കലും നമ്മൾ ക്ലബ് ചെയ്ത് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഐഡിയയെ പല റിലീജിയസ് ലീഡേഴ്സും യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ബേസിക്കലി ഗുഡ് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പം ഈ പർപ്പസ്ഫുള്ളി ഈവിൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ള ഒരാൾ റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കീഴിൽ വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാധിക്കപ്പെടുകയാണ്. അവരുടെ കീഴിലുള്ള എല്ലാ ജനങ്ങളെ അത് ബാധിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ദർ ഇസ് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ എന്നുള്ള ഐഡിയയോ അല്ലെങ്കിൽ റിലീജിയൻ നമ്മുടെ ജനങ്ങളെ മുഴുവനും യൂണിഫൈങ് ചെയ്യുന്ന ഒരു യൂണിഫൈങ് നറേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നതിൽ നിന്നോ നമ്മളെ പിൻവലിക്കുന്നില്ലല്ലോ. ആക്ച്വലി ആ ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം അല്ല, ഐഡിയയുടെ പ്രോബ്ലം അല്ലല്ലോ. അതന്നെ, ദൈവത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ ദൈവത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ നേരിട്ട് ഇടപെടുകയും സ്വാധീനിക്കുകയും അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ മോശം ഉപയോഗം എന്ന് പറയുന്നത്. അതിനെതിരെയാണ് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുള്ളത്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ആവിർഭാവം തന്നെ പിന്നെ യഹൂദ മതത്തിലുള്ള മതപുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ മോശം പ്രവൃത്തികൾ കൊണ്ടാണ് യേശുക്രിസ്തുവായിട്ട് മാറിയതും. അതുകൊണ്ടാണ് ഒരു പുതിയൊരു മതം രൂപപ്പെട്ടത്. അപ്പൊ ഇനി ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലം ഫ്രഞ്ച് വിപ്ലവം തന്നെയായിരുന്നു. അത് കാരണവും ഫലവും ഒന്ന് തന്നെ എന്ന് പറയും പോലെയാണ്. എന്ത് കാരണം കൊണ്ടാണോ ഈ ഒരു പുതിയ മതം രൂപപ്പെട്ടത്, ആ മതം കുറച്ചു കാലത്തിന് ശേഷം അതിന്റെ കാരണം തന്നെയാവുന്നു. അപ്പൊ ഇനി അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സിസ്റ്റം വരണം, അല്ലെങ്കിൽ വേറൊരാൾ വരണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ദൈവം നേരിട്ട് വന്നു. പക്ഷെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ ഇപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി എപ്പോഴും ബെറ്റർ ആക്കുകയും സിവിലൈസ്ഡ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ കുറെ കൂടെ കൾച്ചറുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ജയിൽ നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ ഇന്നേറ്റ് ആയിട്ടുള്ള 100 പേരെ എടുത്ത് നോക്കിയാൽ ഒരിക്കലും സീരിയസ് ആയിട്ട് റിലീജിയനെ കാണുന്നവരുടെ ഷെയർ മെജോറിറ്റി അല്ല, 90%. ഇപ്പം 100 പേരെ എടുത്ത് നോക്കിയാൽ 90 പേരും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ സീരിയസ് ആയിട്ട് കാണാത്തവരും, റെഗുലറായിട്ട് റിലീജിയസ് പ്രാക്ടീസിൽ പങ്കെടുക്കാത്തവരും, റെഗുലറായിട്ട് ഫാമിലി പ്രയറോ റെഗുലറായിട്ട് ചർച്ച് അറ്റൻഡൻസോ അല്ലെങ്കിൽ ടെമ്പിൾ അറ്റൻഡൻസോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊരിക്കലും റിലീജിയനുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പം റിലീജിയൻ ഒരു പരിധി വരെ എന്നുള്ളതല്ല, മെജോറിറ്റിയും ആൾക്കാരെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അല്ല റിലീജിയൻ ഫെയിലുവർ ആണെങ്കിൽ, അല്ല റിലീജിയൻ ഒരു ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന 100-ൽ ഭൂരിഭാഗം പേരും റിലീജിയനെ സീരിയസ് ആയിട്ട് കാണുന്നവരായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലല്ലോ കാണുന്നത്. അല്ല, റിലീജിയൻ സമൂഹത്തിന് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോഴും റിലീജിയൻ നിലനിൽക്കുന്നു പറയുമ്പോൾ നെറ്റ്വർക്ക് ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പം സൊസൈറ്റിയിലുണ്ട്. പല റിലീജിയനുകളും മാറി മാറി വന്നെങ്കിലും റിലീജിയൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉണ്ട്. അപ്പൊ അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പുരോഗതി തന്നെയാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ലീഡേഴ്സ് ആണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് തിരിച്ചറിയപ്പെടാത്ത കുറെ ആൾക്കാർ ജനങ്ങളുണ്ട്. പിന്നെ തിരിച്ചറിഞ്ഞിട്ടും ഭയം എന്നുള്ളതിന്റെ ബേസിലാണ് ഓരോ റിലീജിയൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. എല്ലാം പേടിപ്പിച്ച് നിർത്തുകയാണല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ശിക്ഷ കിട്ടും എന്നുള്ള പേടി, ആ പേടിയുടെ ഇഷ്ടിക കൊണ്ടാണ് ഓരോ മതങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, ഇപ്പം ക്രിസ്ത്യൻ റിലീജിയൻ ആക്ച്വലി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയല്ല ആക്ച്വലി പറയുന്നത്. നമ്മുടെ ലൈഫ് ബെറ്റർ ആവുകയാണ്. അതായത് ഒരു കെയോസിൽ നിന്ന് ഓർഡറിലേക്ക് പോകാൻ. ഇപ്പം 10 കമാൻഡ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ളതാണ് ഒരു 10 കമാൻഡ്മെന്റ് പറയുന്നത്. നമ്മുടെ നൈബറിന്റെ കാര്യങ്ങൾ നമ്മൾ മോഹിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പേടിപ്പിക്കുകയല്ല, ആക്ച്വലി
നമ്മളുടെ ലൈഫ് തന്നെ ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വോളണ്ടറിലി നമ്മുടെ ഒരു സെൽഫ് കൺട്രോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ പലപ്പോഴും നമ്മുടെ റിലീജിയൻ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു നേട്ടം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിച്ച് കളയും. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോറൽ വാല്യൂസ് ആണ്. ഇപ്പം ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ലൈഫ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല. നമ്മളുടെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ലോകത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഒരു യൂണിഫൈങ് ആയിട്ടുള്ള, ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഫ്രെയിം വർക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിലീജിയൻ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതേ നടക്കാവൂ, ദൈവത്തിൻ്റെ പർപ്പസ് ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കണം, അത്തരത്തിലല്ല ആക്ച്വലി. പക്ഷേ നമ്മുടെ സൊസൈറ്റി കൂടുതലും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ആ ഒരു ആസ്പെക്റ്റിലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എനിക്ക് റിലീജിയനെ കുറിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആഫ്റ്റർ ലൈഫാണ്. ഇപ്പം നമ്മൾ മരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ലൈഫ് തീരുവാണ് എന്നാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ വ്യൂ എങ്കിൽ, പെർസെപ്ഷൻ എങ്കിൽ, നമ്മുടെ ഭൂമിയിലെ ലൈഫ് ഹൈലി മിസറബിൾ ആയിട്ട് തീരുള്ളൂ. പക്ഷേ ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു ഐഡിയ അത് എല്ലാ റിലീജിയനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ റിലീജിയന് ആഫ്റ്റർ ലൈഫ് നമ്മൾ ദൈവത്തോടു കൂടെ, ദർ ഇസ് എ ഹോളി കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്നാണ്, എല്ലാ ആൾക്കാരും ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എയിം ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ലൈഫ്, ഭൂമിയിലെ ലൈഫ് തന്നെ ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നീട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേറെ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതല്ല. നമ്മൾ തന്നെ സ്വയം നമ്മളെ കൺട്രോൾ ചെയ്യും, സെൽഫ് കൺട്രോൾ ചെയ്യും, നമ്മളുടെ ബിഹേവിയർ കറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിലീജിയസ് ആയിട്ടുള്ള നറേറ്റീവ് ആണ്. പക്ഷേ റിലീജിയൻ ബിസിനസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലും ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പം പള്ളിയിൽ ദശാംശം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ കാണിക്കയിട്ടില്ലെങ്കിൽ അതോടുകൂടെ നിങ്ങളെ ദൈവം ശിക്ഷിക്കും എന്നുള്ള രീതിയിലാണ് പള്ളിയിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആൾക്കാർ അതിനകത്തൊരു പേടിയാണ് ഉണ്ടാവുക. അതൊരു ബിസിനസ് ട്രിക്കാണ്. ആൾക്കാരെ കൂടുതലായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആയിട്ടാണ് അവരുടെ ഉദ്ദേശം, ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കും തോറും പലരും പള്ളിയിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്, പള്ളിയോട് കൂടുതൽ അടുക്കും തോറും ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഹ്യൂമൻ ബീയിങ്സ് റിലീജിയനെ, അത് പ്രത്യേകിച്ച് നാർസിസ്റ്റിക് ആയിട്ടുള്ള പല ആൾക്കാരും റിലീജിയനെ മിസ്യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് റിലീജിയനെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുകയും ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ചേട്ടൻ അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ശരിയാണ്. അധികാരം ആരുടെ അടുത്താണോ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അധികാരം നല്ല ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടും, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടും. അല്ല, മോശം ആൾക്കാരുടെ കയ്യിൽ വരുമ്പോൾ അവരുടെ സെൽഫായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടും, സമൂഹം ബുദ്ധിമുട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും, ദൈവത്തിൻ്റെ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മതങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും, അത് പള്ളിയിലോ ക്ഷേത്രത്തിലോ തന്നെ പോയി ചെയ്യണമെന്നൊന്നുമില്ല. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാം കാണുന്നു. സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമാണ്. അത് ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ മരണശേഷം നിങ്ങൾക്ക് നല്ലത് കിട്ടുമോ മോശം കിട്ടുമോ എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ആ കിട്ടുന്ന നല്ലത് ഒന്നൊരു സ്വപ്നം കാണിച്ചു കൊടുക്കലാണ്, ഗിഫ്റ്റിനെ കാണിക്കലാണ്. പക്ഷെ പ്രലോഭനമാണ് ശരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ ലൗഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക, മക്കൾ മരിക്കുക എന്നുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഹസ്ബൻഡ് ജീവിച്ചിരിക്കുക, വൈഫ് മരിക്കുക എന്നുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്കൊരു കംഫർട്ട് എന്ന് പറയുന്നത്, അവർക്കൊരു ഹോപ്പ് എന്ന് പറയുന്നത് വി ക്യാൻ മീറ്റ് ഇൻ ദ ഷോർ എന്നുള്ളതാണ്. അതായത് നമുക്ക് വൺ ഡേ വി വിൽ മീറ്റ് ഇൻ ദാറ്റ് വി വിൽ മീറ്റ് ദം എന്നുള്ളതാണ്. വി വിൽ ഹാവ് എ കമ്മ്യൂണിയൻ വിത്ത് ദം എന്നുള്ളതാണ്. അതൊരു പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര
ഡിസാസ്ട്രസ് ആയിട്ടുള്ള എഫക്റ്റ് അല്ലേ. വി ക്യാൻ നെവർ മീറ്റ് ദം, വി ക്യാൻ നമ്മുടെ ലൈഫ് ഒരു നിഹിലിസ്റ്റിക് ആണ്, ഇവിടെ മരിക്കുന്നതോടുകൂടെ എല്ലാം തീരുകയാണ്, നമ്മളെ കുഴിച്ചിട്ട് അതോടുകൂടെ തീർന്നു. അത് ആക്ച്വലി ഒരിക്കലും നമ്മളെ ലൈഫിന് പ്രൊഡക്റ്റീവ് ആക്കുന്നില്ലല്ലോ, ബെനിഫിഷ്യൽ ആക്കുന്നില്ലല്ലോ, യൂസ്ഫുൾ ആക്കുന്നില്ലല്ലോ ആക്ച്വലി. അല്ല, നമ്മൾ സ്വർഗവും നരകമൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയെന്നും, ഞാൻ ചെയ്ത നന്മയ്ക്ക് ഫലമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നന്മ കിട്ടിയെന്നും, ഞാൻ ചെയ്ത മോശത്തിന്റെ ഫലമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരും വന്ന് പറയുന്നില്ല. അങ്ങനെ ആരും വന്ന് പറയുന്നില്ല, അതിനൊരു പ്രൂഫും ഇല്ല, ഒരു എവിഡൻസും ആരും ഇതുവരെയും വന്ന് കൊടുത്തിട്ടില്ല. പ്രതീക്ഷയാണ് ജീവിതം. മതങ്ങളും പ്രതീക്ഷകൾ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രയാസമുള്ള സമയം കടന്നു പോകാനുള്ള സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പക്ഷെ അതൊരു ഇമോഷണൽ അപ്പീസ്മെന്റ് ആണ്. പക്ഷെ ആ രീതിയിൽ ആണ് പലരും റിലീജിയനെ കാണുന്നത്. അതുകൊണ്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ യങ്ങർ ജനറേഷനിൽ കൂടുതലും റിലീജിയസ്ലി അട്രാക്റ്റഡ് ആവാത്തതിന്റെ കാരണം ഒരു ഇമോഷണൽ അപ്പീസ്മെന്റ് ആയിട്ട് മാത്രമാണ് റിലീജിയനെ കാണുന്നത്. അല്ലാതെ അവരുടെ ലൈഫിന്റെ ഒരു ബേസിക് നീഡായിട്ട് പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വാക്വം നമുക്ക് ഇപ്പം ഈ മോറൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ആക്ച്വലി റിലീജിയൻ എന്ന് പറയുന്നത്. ആ ഒരു സോഴ്സിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേറെ ഇല്ല. ഇപ്പം എത്തിയിസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ റിലീജിയസ് വാല്യൂസ് ആണ് ആക്ച്വലി അവർ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരൊരു ഒപ്പീനിയൻ ആയിട്ട് അവർക്ക് തോന്നലുകൾക്കനുസരിച്ച് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ കൾച്ചറലി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന റിലീജിയൻസിൽ നിന്ന് വന്നിരിക്കുന്ന വാല്യൂസ് അവർ ലൈഫിൽ കണ്ടക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർ ലൈഫ് ഫങ്ഷനിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ പോകുന്നത്. പക്ഷെ ആ ഒരു കൾച്ചറൽ വാല്യൂസിനെ നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സൊസൈറ്റി ഒരു അട്ടർ കെയോസിലേക്കല്ലേ പോകത്തുള്ളൂ ആക്ച്വലി. അപ്പം ഈ റിലീജിയൻ നമുക്ക് ഇമോഷണൽ അപ്പീസ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ആക്ച്വലി ഒരു ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള ഒരു ഫ്രെയിം വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഇല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റ് ഇല്ല എന്നുള്ളത്. അതായത് ദൈവം ഇല്ല എന്നുള്ളൊരു സത്യമാണെന്ന് വെച്ചോ, ആ ഒരു സത്യം താങ്ങാനുള്ള കപ്പാസിറ്റി സമൂഹത്തിന് വരാത്തിടത്തോളം കാലം ദൈവം ഇല്ല എന്ന് നമ്മൾ അവരെ അറിയിക്കാൻ പാടില്ല. അത് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഐഡിയൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജനറേഷൻസിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുക? ഒരു യൂണിഫൈങ് നറേറ്റീവ് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിനെ ബേസിക്കലി നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പരസ്പരം ഒരു യൂണിഫൈങ് നറേറ്റീവ്, അതായത് എല്ലാ ആൾക്കാരെയും യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് ബേസിക്കലി എക്സിസ്റ്റിംഗ് ആണെങ്കിലല്ലേ ഹ്യൂമൻ ബീയിങ്സ് പരസ്പരം കോപ്പറേറ്റീവ് ആയിട്ട് ഫങ്ഷനിങ് ആവുള്ളൂ. അതൊരു കോപ്പറേറ്റീവ് ആവുന്നതിന് വേണ്ടി നമ്മൾ റിലീജിയനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധം. വേറെ എന്ത് ഓൾട്ടർനേറ്റ് ആണ് ആക്ച്വലി? അല്ല, നമ്മൾ സോഷ്യൽ സൊസൈറ്റികളുണ്ടല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത് കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, വീട്ടുകാരുണ്ട്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച്, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇതെല്ലാം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ വരുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം there is a big daddy watching over the sky എന്ന് പറയുന്നു, there is other equal person watching over us എന്നുള്ളത്. ഇതിൽ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് എന്നുള്ളതാണ്. ഇപ്പം ഒരു ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആർ എയ്തർ ബാഡ് ഓർ നൈവ് എന്നാണ് പറയുന്നത്, ബേസിക് നേച്ചർ അനുസരിച്ച്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളെ കറക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ശരി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഗുഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ലീഗൽ സിസ്റ്റത്തെ പേടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ഭയം. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ there is a big daddy watching over the sky. അപ്പോൾ ഒരു ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ മൂന്നിലും ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി കൂടുതൽ ആൾക്കാരെയും എല്ലാ ടൈമിലും ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് there is a big daddy watching over the sky എന്നുള്ളതാണ്. അതിനകത്ത് വോളണ്ടറിലി ആൾക്കാർ വരിക എന്നുള്ളത് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുകയാണ്, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെയല്ലേ ആക്ച്വലി സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്? അതന്നെ, സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശിക്ഷകളുടെ കണക്കെടുപ്പുണ്ടെന്നും ഈ കണക്കെടുപ്പിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുന്നു, എല്ലാം ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്നൊക്കെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അത് എല്ലാം മരണശേഷമാണ് നിങ്ങൾക്കുള്ള റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ പരീക്ഷ എഴുതിയാണ് ഫലപ്രഖ്യാപനവും സമ്മാനദാനവും മരണശേഷം എന്നുള്ള രീതിയിലാണ് മതങ്ങൾ കണക്ക് കൂട്ടി പറയുന്നത്. അങ്ങനെ എല്ലാ റിലീജിയനും അങ്ങനെയാണെന്ന് അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ യങ്ങർ ജനറേഷൻ കൂടുതലും റിലീജിയനിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സൊസൈറ്റി ആക്ച്വലി ഒരു കെയോട്ടിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകില്ല. ആക്ച്വലി ഇപ്പോൾ ഒരു ജനറേഷൻ
റിലീജിയനിൽ നിന്ന് മാറുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ പാരൻസ് ഫോളോ ചെയ്ത റിലീജിയസ് വാല്യൂസ് ആ ജനറേഷനിലുണ്ടാവും. ഈവൻ റിലീജിയൻ ഫോളോ ചെയ്യാത്ത ആ ഫസ്റ്റ് ജനറേഷനിലുണ്ടാവും. ഒരു സെക്കൻഡ് തേർഡ് ജനറേഷനൊക്കെ വരുമ്പം ടോട്ടലി ഈ ഒരു അല്ലെങ്കിൽ ഒരു യൂണിഫൈങ് നറേറ്റീവ്, ദർ ഇസ് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടർ അവരെ സെൽഫ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് അവർ ഡിസിഷൻ എടുക്കാനുള്ളൊരു പോസിബിലിറ്റി തീരെ കുറഞ്ഞു വരികയും എല്ലാവരും കൂടുതലും സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയേഴ്സ് അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ കൂടിക്കൂടി വരുള്ളൂ. അല്ല, സൊസൈറ്റിയിലെ പുതിയ ആൾക്കാരെ മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നും അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ആഗ്രഹിക്കുന്നത്. നേരിട്ടുള്ള പ്രൂഫും പെട്ടെന്നുള്ള റിസൾട്ടുകളും ഒക്കെ അവർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ ഒന്നും ഇപ്പോഴത്തെ റിലീജിയനൊന്നും പറ്റുന്നില്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മതങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുതിയ ആൾക്കാരുടെ വ്യാഖ്യാനം മാത്രമാണ് നമ്മളെടുത്ത് വരുന്നത്. അവരുടെ ഇന്റർപ്രിട്ടേഷൻ തരികയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പണ്ട് എഴുതപ്പെട്ടതാണ്. അന്നും ഇന്നും തമ്മിൽ ശാസ്ത്രത്തിന്റെ പുരോഗതി ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പുതിയ ജനറേഷന് ഇതെല്ലാം വളരെ പെട്ടെന്നായിട്ട് ഈസിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും മറുചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ട്. അത് വാസ്തവമാണ്. പക്ഷെ റാഷണാലിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ഒരിക്കലും നമുക്ക് വൈസ് അല്ല. ആക്ച്വലി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ഈ വേൾഡ്. സയൻസ് കൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റും. സയൻസ് ആണ് സുപ്പീരിയർ എന്നുള്ള, അല്ലെങ്കിൽ സയൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതൊരിക്കലും സയൻസിന്റെ തന്നെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നറേറ്റീവാണ്. പക്ഷെ അങ്ങനെ യങ്ങർ ജനറേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോവില്ല. വൺ ഡേ ഓർ അതർ ഡേ ഇപ്പോൾ റിസൾട്ട് കിട്ടണം. അത് വളരെ ശരിയാണ്. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻസ് ഒക്കെ തന്നെ ആലോചിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനാണ്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള പ്ലഷറാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊരു വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലേ. ഒരു കൊച്ചുകുട്ടി നമ്മുടെ ഒരു മെച്യൂരിറ്റി ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈഫ് സ്പാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി ചിന്തിക്കുന്നത് പോലെ ഒരു 18 വയസ്സുള്ള 24 വയസ്സുള്ള യങ്ങർ മെയിലാണെങ്കിൽ ഫീമെയിലും ചിന്തിക്കുന്നത് വളരെ ചൈൽഡിഷാണ്. അതായത് ഇപ്പം കിട്ടണം, അല്ലെങ്കിൽ കാണുന്നത് മാത്രമാണ് ശരി. നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് റാഷണലി നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതനുസരിച്ച് വൈസായിട്ട്, അതായത് ലോങ് ടൈം ബെനിഫിറ്റ്, ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്ലഷറിനെയും ഗ്രാറ്റിഫിക്കേഷനെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷൻ ഒട്ടും മെച്യൂർ അല്ല എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴും ചൈൽഡിഷ് ആണെന്നല്ലേ ചിന്തിക്കാൻ പറ്റും. അല്ല, ഇതിൽ പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, സയൻസ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയല്ല. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യം ചോദിക്കൂ, ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യൂ, നിങ്ങളെ റീ എക്സ്പെരിമെന്റ് ചെയ്യൂ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്താണ്, അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്, അങ്ങനെയെങ്കിൽ പുതിയ കണ്ടെത്തൽ എന്താണ് എന്നാണ്. അപ്പോൾ സയൻസ് എപ്പോഴും ചോദ്യം ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. അല്ല, റീസെന്റ് വന്നിരിക്കുന്ന കുറെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എക്സ്പേർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റം ഇല്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, പബ്ലിക്കിന് ഒരു ഒപ്പീനിയൻ പറയാൻ പാടില്ല. ഇപ്പം കോവിഡിന്റെ സമയത്ത് വന്ന ലോക്ക്ഡൗൺ എക്സ്പേർട്സ് പറയുന്ന മാത്രമാണ് ശരി, ഗവൺമെന്റ് പറയുന്ന മാത്രമാണ് ശരി, മീഡിയ പറയുന്ന മാത്രമാണ് ശരി, കോർട്ട് പറയുന്ന മാത്രമാണ് ശരി. അപ്പോൾ അവർ പറയുന്നത് സയൻസിന്റെ ബേസിലാണ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള, സയൻസിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നറേറ്റീവ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. കാരണം മീഡിയ എന്ന് പറയുന്നത് സയൻസിന്റെ ആളാണ്, ഗവൺമെന്റ് എന്ന് പറയുന്ന സയൻസിന്റെ ആളാണ്, എക്സ്പേർട്സ് എന്ന് പറയുന്ന സയൻസിന്റെ ആളാണ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതൊരിക്കലും നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന എന്റർപ്രൈസസിനെ വലുതാക്കുകയോ ചെയ്യുന്നതല്ല. നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യണം ആക്ച്വലി. എന്നാലല്ലേ ഒരു റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പ്രോബ്ലം ചേട്ടൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ല, അതൊരു പ്രത്യേക കണ്ടീഷനിൽ കോവിഡിന്റെ സമയത്ത് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. അപ്പം സയൻസിന് തന്നെ പല സയന്റിസ്റ്റും പല ഒപ്പീനിയനും ഉള്ളവരുണ്ടല്ലോ. അപ്പം ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നും, അല്ലെങ്കിൽ പലർക്കും 100 പേർക്ക് 100 അഭിപ്രായമാണ് ഉള്ളതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സമൂഹത്തിനെ ഒറ്റയടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമായിരിക്കാം ഏതെങ്കിലുമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഗുണപരമെന്ന് തോന്നുന്ന ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യും അതിനെ ഉടനെ ചോദ്യം ചെയ്യേണ്ടെന്നും പറയുന്നത്. സയൻസ് എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചെയ്തത് എന്താണ്, അന്ന് പറഞ്ഞത് എന്താണ്, അന്നത്തെ രോഗലക്ഷണം എന്താണോ, അതെങ്ങനെ ഉണ്ടായി, അതിനിപ്പോഴും ആൾക്കാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിസൾട്ടുകൾ പ്രത്യേകം വരും. പിന്നെ ഒരു പ്രത്യേക സമയത്ത് സിറ്റുവേഷനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി
ഗവൺമെന്റ് തന്നെ. കാരണം അതൊന്നും അംഗീകരിക്കാനുള്ള മാനസികമായിട്ടുള്ള സ്ഥിതിയോ കപ്പാസിറ്റിയോ നമ്മുടെ സമൂഹത്തിന് ആയിട്ടില്ല. അത് അറിഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ, ഗവൺമെന്റും ഒരു പ്രത്യേക രീതിയിൽ അവർ തീരുമാനങ്ങൾ എടുത്തതാണ്. എക്സ്പേർട്സ് ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. കാരണം മിക്കവാറും ലോകരാജ്യങ്ങളൊക്കെ തന്നെ സിമിലർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, ഗവൺമെന്റുകളൊക്കെ തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് അതാണ് ശരി എന്നുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ട്. അതൊരിക്കലും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. എക്സ്പേർട്സ് പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സയൻസ് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഒരു ഫൈനൽ ട്രൂത്തിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോട്ടാലിറ്റേറിയൻ ആസ്പെക്റ്റിലേക്കല്ലേ വരുള്ളൂ. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ ആളുടെ എക്സ്പെരിമെൻ്റ് ആണ് ശരി, നമ്മളത് റിപ്ലിക്കേറ്റ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും, മെഷർ ചെയ്യും, ഒബ്സർവ് ചെയ്യും, എല്ലാം ചെയ്തൊരു ഫൈനൽ അനാലിസിസിലാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതും പിന്നീട് ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റിൽ ചിലപ്പം ചേഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞ എൻ്റർപ്രൈസ് യഥാർത്ഥത്തിൽ വളരുള്ളൂ. അല്ലെങ്കിൽ ചിലരുടെ ഇഷ്ടത്തിനനുസരിച്ച് സയൻസിനെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സയൻസ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ എവിഡൻസിൻ്റെ ബേസിലാണ് സയൻസ് പോകുന്നത്. റീ എക്സ്പെരിമെൻ്റ് ആണ് എപ്പോഴും പറഞ്ഞു. ഒരാൾ പറഞ്ഞതിനെ എല്ലാവരും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഒരാൾ പറഞ്ഞ സാധനത്തിനെ 100 പേര് 100 തരത്തിൽ 100 ടൈപ്പിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ 99 100 കറക്റ്റ് ആണോ എന്ന് മാത്രം അറിയുന്നു. അങ്ങനെ കാലഘട്ടങ്ങളിലായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്താണ് പഴയ തിയറീസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ കവർ ചെയ്യണമെങ്കിൽ അടുത്തൊരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ആരും കണ്ണടച്ച് വിശ്വസിക്കുന്നൊന്നുമില്ല. പുതിയൊരാൾ കണ്ണടച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എന്ത് സാഹചര്യത്തിലായിരുന്നു, അവർ പുതിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്, സിറ്റുവേഷൻ മാറ്റി ചെയ്യുന്നു. അപ്പോൾ വ്യത്യാസം എന്താണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ സയൻസ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാണ്. മതങ്ങളാണ് ശരിക്ക് ചോദ്യം ചോദിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത്. അല്ല, അതേപോലെ മതങ്ങൾ ചോദിക്കണം, പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും സയൻസ് ഇപ്പം ഇന്റർനാഷണലി തന്നെ, പ്രത്യേകിച്ച് മോഡേൺ ഇറയിൽ ഏറ്റവും കൂടുതൽ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മോസ്റ്റ്ലി ക്രിസ്ത്യൻ റിലീജിയനാണ്. ഇന്റർനാഷണലി പ്രധാനപ്പെട്ട ഇന്ന് കാണുന്ന എല്ലാ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസും റാങ്കിങ് നമ്പർ 1, റാങ്കിങ് ടോപ്പ് 10 എടുത്ത് നോക്കിയാൽ അതെല്ലാം തുടങ്ങിയിരിക്കുന്നത് ക്രിസ്ത്യൻ റിലീജിയനാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ക്രിസ്ത്യൻ റിലീജിയൻ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ റാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രൂത്തിനെയും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഇതിനകത്ത് ഒരു പാർഷ്യലായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ഇൻഡോക്ട്രിനേഷൻ വരുമ്പോഴാണ് അതിനെ ഒപ്പോസ് ചെയ്യേണ്ടതായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടും വരുന്നത്. അല്ലാതെ ഫാക്ട്സിനെ ഒരിക്കലും റാഷണലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എതിർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, റിലീജിയൻസ് ഒക്കെ പലരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാപരമായിട്ടുള്ള സ്ഥാപനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെയാണ് റിലീജിയനും വളർന്നിട്ടുള്ളത്. റിലീജിയൻ്റെ ബേസിൽ തന്നെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായവും വളർന്നിട്ടുള്ളത്. സയൻസും അങ്ങനെ തന്നെയാണ് വളർന്നിട്ടുള്ളത്, കലാപരമായിട്ടും വളർന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ ഇതിനെ രണ്ടിനെയും നമ്മൾ ചോദ്യം ചെയ്യുകയും റിലീജിയനെ മാത്രം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സമൂഹം നേരിട്ട് വരുന്നത്. ഇപ്പോൾ റിലീജിയൻ നോട്ട് ഓപ്പൺ ടു ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല, പക്ഷേ ഈ റിലീജിയസ് വാല്യൂസിനെ മാറ്റുക എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാമിലി സിസ്റ്റത്തിനുള്ള പ്രാധാന്യം, ഇപ്പം മാരിറ്റൽ ലൈഫിനുള്ള ഒരു സിഗ്നിഫിക്കൻസ്, ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡിനെ കുറിച്ച് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് റിലീജിയനാണ്. പക്ഷേ ആ ഒരു ഐഡിയയ്ക്ക് അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ആ ഐഡിയ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അതിനെ ഫണ്ടമെൻ്റലി ചേഞ്ച് ചെയ്യുക എന്നുള്ളത്, ഇപ്പം വേറൊരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. റിലീജിയസ് വൈസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്നും വിമണും ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു ഐഡിയോളജി വരുന്നതെന്ന് വെച്ചാൽ മെൻ ആൻഡ് വിമൺ ആർ ബേസിക്കലി സെയിം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് സയൻറ്റിഫിക്കലി പോലും ട്രൂ അല്ല. പക്ഷെ സയൻറ്റിഫിക്കലി ട്രൂ ആണെന്നുള്ള രീതിയിലാണ് ആ ഒരു നറേറ്റീവ് നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്, ബേസിക്കലി സെയിം എന്നുള്ള രീതി. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ, ടീനേജേഴ്സ്. ഈ ഒരു ഫാക്റ്റ് അല്ല ആക്ച്വലി പലപ്പോഴും സയൻസ് ആയിട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സയൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എബിലിറ്റി പലർക്കും ഉണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റിലീജിയസ് ഐഡിയാസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതിനേക്കാളുപരി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പലപ്പോഴും സയൻസിനെ ഒരു സ്റ്റാഗ്നന്റ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇല്ല, സയൻസ് ഒരിക്കലും സ്റ്റാഗ്നന്റ് ആവുന്നില്ല, എപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സയൻസും സ്യൂഡോ സയൻസും ഉണ്ട്. അതെ, പല കാര്യങ്ങളും സ്യൂഡോ സയൻസ് ആണ് നമ്മൾ സയൻസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. അല്ല, പല കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും സ്യൂഡോ സയൻസിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഥകളായിട്ടും ചരിത്രമായിട്ടും
എവിഡൻസ് ആയിട്ടും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മെത്തേഡാണ്. അത് സൊസൈറ്റി പല രീതിയിലും പല ആൾക്കാരും പറ്റിക്കുന്നുണ്ട്. ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും മതപുരോഹിതന്മാരും പറ്റിക്കുന്നുണ്ട്. ആ പറ്റിക്കുന്നതിന് ശാസ്ത്രത്തെ സപ്പോർട്ട് പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ജനങ്ങൾ അത്രയും ബോധമില്ലാത്തിടത്തോളം കാലം ഈ പറയുന്ന ആൾക്കാരിലേക്ക് അവർ ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ മതത്തെ സംബന്ധിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മതമല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആ റിലീജിയനോ റിലീജിയൻ സിസ്റ്റമോ ഒന്നും അല്ല ഫോളോ ചെയ്യുന്നത്. അതിന് മുന്നേ ചിലപ്പോൾ മതങ്ങൾ ഉണ്ടായിരിക്കും, മനുഷ്യരുണ്ടായിരുന്നല്ലോ അതിന് മുന്നേ. അപ്പൊ ആ രീതിയിലല്ല മാറിയിട്ടുള്ളത്. മതങ്ങൾ മാറി തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള മതത്തിനും മാറേണ്ടി വരും. ഇപ്പൊ 50 വർഷം മുമ്പേ ഉള്ള റിലീജിയൻ അല്ലല്ലോ വ്യത്യാസം വരുന്നില്ല. അല്ല, വാല്യൂസ് കോമൺ ആയിട്ടാണ് പോകുന്നത്. വാല്യൂസ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം അതിന്റെ ഇന്റർപ്രിട്ടേഷനാണ് എല്ലാ മതങ്ങളും വരുന്നത്. കാരണം ഇതൊന്നും അപ്ഡേറ്റ് ആയ സാധനങ്ങളല്ലല്ലോ. മതഗ്രന്ഥങ്ങൾ ഒരിക്കലും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇപ്പം ഇന്റർപ്രിട്ടേഷൻ മാത്രമേ അപ്ഡേറ്റ് ആയി. ഒരു വാല്യൂ എന്ന് പറയുന്നത് യു ഷാൽ സ്പീക്ക് ട്രൂത്ത് എന്നുള്ളത് അതൊരു റിലീജിയസ് വാല്യൂ ആണ്. അതൊരു സയന്റിഫിക് ഐഡിയ അല്ല. അപ്പം നമുക്കൊരിക്കലും റിലീജിയനെ സയൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, റിലീജിയനെ സയൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ശരിക്കും റിലീജിയന്റെ ബേസും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം സയൻസിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. സയൻസിന്റെ ആപ്ലിക്കേഷനെയാണ് നമ്മൾ റിലീജിയൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സയൻസ് അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്യുന്നത് റിലീജിയസ് ആയിട്ടുള്ള ട്രൂത്തുകളെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൻ്റെ റിലീജിയൻ്റെ ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിനെ കുറെ കൂടെ യൂസ്ഫുൾ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് സയൻസും ടെക്നോളജി. കുറെ കൂടെ നമ്മൾ പറയുകയാണ് ടെക്നോളജി. അപ്പം നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇപ്പം നമ്മളിവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം ഒരു സയൻസിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം സയൻസും ഇതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഈ ക്യാമറ തന്നെ പല ഇമ്മോറലായിട്ടുള്ള ആക്ടിവിറ്റികൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. പല വീഡിയോസ് റെക്കോർഡ് ചെയ്ത് പ്രൈവസി വയലേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പലരുടെ ഫ്രീഡത്തെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സയൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസും പലരും മിസ്യൂസ് ചെയ്യപ്പെടുന്ന പോലെ തന്നെ റിലീജിയൻ്റെ ആപ്ലിക്കേഷൻസും പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും റിലീജിയൻ നമുക്ക് സയൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കൂടുതലും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ യു ഷാൽ സ്പീക്ക് ട്രൂത്ത് ഓൾവേസ് ടു ബെറ്റർ യുവർ ലൈഫ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവണമെങ്കിൽ നമ്മൾ ഓൾവേസ് ടെൽ ദി ട്രൂത്ത് എന്നുള്ളത് റിലീജിയസ് ഐഡിയ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ഷോർട്ട് ഫോൾ വന്നാലും നമ്മൾ സത്യം തന്നെ സംസാരിക്കണമെന്നുള്ളത് ഒരു റിലീജിയസ് ഐഡിയ. ഒരിക്കലും നമുക്കതിനെ റാഷണലി മാത്രം അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് സയൻസിൻ്റെ മുകളിൽ റിലീജിയൻ്റെ ആവശ്യം വരുന്നത്. അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ആക്ച്വലി റിലീജിയൻ്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സയൻസും മാറുമ്പോഴും റിലീജിയനും മാറുന്നു. റിലീജിയനും സയൻസും ഒരുമിച്ച് കൈകോർത്ത് പോകേണ്ട സാധനം വാല്യൂ ആണ്. റിലീജിയൻ ഓഫർ ചെയ്യുന്നത് വാല്യൂ ആണ്, സയൻസ് ഓഫർ ചെയ്യുന്നത് ഡാറ്റയാണ്. അപ്പം നമ്മൾ എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുള്ള കാര്യമാണ് റിലീജിയൻ പറയുന്നത്. എന്താണ് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അത് ഇതാണ്, മറ്റത് മറിച്ചതാണ്. അപ്പോൾ അതിൽ ഏത് പിക്ക് ചെയ്യണമെന്നുള്ള ഒരു പ്രയോറിറ്റി വാല്യൂ ആണ് ആക്ച്വലി റിലീജിയസ് വാല്യൂസ് നമുക്ക് തരുന്നത്. ആ വാല്യൂവിനെ ഡാറ്റ വെച്ച് നമുക്കൊരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ വാല്യൂ അല്ല ക്യാബിനറ്റ് മിനിസ്റ്റർക്ക്. അപ്പോൾ അതിനൊരു വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ട്. അതൊരു ഉപമ പോലെ പറയുകയാണെങ്കിൽ അത് രണ്ടും രണ്ടാണ്. അപ്പം അത് ഒബ്ജക്റ്റീവ്ലി തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പം ആ ഡിഫറൻറ്റ് ഇപ്പം ഒരു സ്ട്രെയിഞ്ചറെയും ഒരു അനിമലിനെയും നമ്മൾ ഒരേ വാല്യൂവിലല്ല കാണുന്നത്. അതൊരിക്കലും നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഐഡിയ അല്ല, റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ, പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ അതൊരിക്കലും നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളൊരു അനിമലിൻ്റെ കാളും കൂടുതൽ നമ്മൾ സ്ട്രെയിഞ്ചർക്കും ഒരിപ്പം സാധാരണ പറയുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മുടെ പെറ്റും ഒരു സ്ട്രെയിഞ്ചറും ഒരുമിച്ച് ഒരു കുളത്തിൽ വീണു എന്ന് വെച്ചോളൂ. അപ്പം നമ്മൾ ആരെയാണ് സേവ് ചെയ്യുക? അപ്പം നമ്മൾ ഹ്യൂമൻ വാല്യൂസ് അനുസരിച്ച് ആ സ്ട്രെയിഞ്ചറെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ആ ഒരു ഐഡിയ വരുന്നത് റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അല്ലാതെ ഒരിക്കലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഐഡിയയോ അല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ടുള്ള ഐഡിയയോ അല്ല. റാഷണൽ ആയിട്ടുള്ള ഐഡിയ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പെറ്റിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പെറ്റാണ് നമുക്ക് കൂടുതൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പെറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ഹ്യൂമൻ ബീയിങ്ങിന് വാല്യൂ കൊടുക്കേണ്ടുന്ന ഐഡിയ നമുക്ക് കിട്ടുന്നത് റിലീജിയസിനാണ്. പക്ഷെ അതൊരിക്കലും ആ ഒരു വ്യൂവിൽ പെർസെപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലീജിയനും
സയൻസും ഒരിക്കലും ഒരു ക്ലാഷ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിട്ട് പോലും എനിക്കൊരിക്കലും തോന്നുന്നില്ല. അല്ലെ, റിലീജിയനെ സയൻസ് ചോദ്യം ചെയ്യട്ടെ. റിലീജിയനെ സയൻസ് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിലീജിയനെ അവർക്ക് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പം റിഫോം ആവും, റിലീജിയൻ റിഫോം ആവട്ടെ, സയൻസ് ചോദ്യം ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇപ്പൊ റിഫോം ആയിട്ട് വരട്ടെ. റിഫോം ആയിട്ട് വരുമ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യങ്ങർ ജനറേഷന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിലീജിയൻ മാറട്ടെ. ആ മാറുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് അംഗീകാരം ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് റിലീജിയന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനറേഷനാണ് തീരുമാനിക്കുന്നത്. ഈ റിലീജിയൻ അടിച്ചേൽപ്പിക്കാനുള്ള സാധനമല്ല, അടിച്ചേൽപ്പിക്കാനുള്ള സാധനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ അടിച്ചേൽപ്പിച്ചു ആ ഒരു നീഡ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കേണ്ടത്. അപ്പം ഈ കോൺവെർസേഷൻ ഉദ്ദേശിക്കുന്ന തന്നെ അതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിലീജിയനിലേക്കുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ റിലീജിയനിലേക്ക് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നത് പലപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനോ ആയിട്ടാണ് നമ്മൾ റിലീജിയനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാറിയിട്ട് റാഷണൽ ആയിട്ടുള്ള റീസണിങ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള റീസൺസും ആണ് നമ്മൾ ക്ലൈംസ് ആണ് റിലീജിയന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ റിലീജിയനകത്തേക്ക് വരാനായിട്ട് ഇടയാവും. എന്നാലേ ആൾക്കാർക്കൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു തോട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്തിടത്തോളം ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പോൾ എനിക്ക് കിട്ടണം, ഇവിടെ വെച്ച് കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം, ആ ഒരു രീതിയിലായിരിക്കും ആൾക്കാർ ഗൈഡ് ചെയ്ത് പോകും. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻസ് ഒക്കെ തന്നെ. അതൊരിക്കലും ലോങ് ടൈം ആയിട്ട് അവർക്കും ബെനിഫിഷ്യൽ അല്ല, നമ്മുടെ സൊസൈറ്റിക്കും ബെനിഫിഷ്യൽ അല്ല എന്നാണ് തോന്നുന്നത്. അപ്പം റിലീജിയൻ കുറെ കൂടെ റാഷണലൈസ്ഡ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സയന്റിഫിക് ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി റിലീജിയൻ കൂടുതലും റാഷണലൈസ്ഡ് ആവും. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോസ്റ്റ് റാഷണൽ റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ ബിലീവറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം റിലീജിയൻ കൂടുതലും ഈവൻ ക്രിസ്ത്യൻ റിലീജിയൻ ആണെങ്കിലും ആ റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റാഷണൽ ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള റാഷണൽ ഐഡിയ റിലീജിയനകത്തുണ്ട്. പക്ഷെ അത് പലരും പറയാതെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട്, ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരോഹിതന്മാരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ റിലീജിയന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പർപ്പസും റിക്വയർമെന്റും നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്, അത് ഇന്റർപ്രിട്ടേഷൻസിന്റെയും ഉത്തരം പറയാൻ ഉള്ള കഴിവില്ലായ്മയുടെയും ഫലമായിട്ടാണ് നമ്മളെല്ലാം അടിച്ചമർത്തുന്നത്. അത് തന്നെ ഭയപ്പെടുത്തി ചോദ്യങ്ങളെ നമ്മൾ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ചോദ്യം ചോദിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള രീതിയിലാണ്. ഉത്തരം പറയാനുള്ള പേടി കൊണ്ടാണ്. അല്ലെങ്കിൽ ഉത്തരം പറയാൻ ഉത്തരമില്ലായ്മ ഉണ്ടായിരിക്കും. അതായത് ഈ പല റിലീജിയസ് ലീഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവര് റിലീജിയനിലേക്ക് അല്ലെങ്കിൽ ദർ ഇസ് എ ബിഗ് ഡാഡിയിലേക്ക് അട്രാക്റ്റഡ് ആവും, അവരിലേക്ക് അട്രാക്റ്റഡ് ആവില്ല. അപ്പം നമ്മളെ പള്ളിയിൽ ഒരു അച്ഛനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു ചർച്ചിലെ പ്രീസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററെയോ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ റിലീജിയൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ബിലീഫ് അവർ പ്രോപ്പറായിട്ട് ടീച്ച് ചെയ്യുമ്പോൾ അവർ ദൈവത്തോട് അടുക്കുക ചെയ്യുക, അല്ലാതെ പ്രീസ്റ്റിനോട് അടുക്കുക അല്ല ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലും അവരാഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ പള്ളിയോടും പ്രീസ്റ്റിനോടും അടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇന്റൻഷൻ ഉള്ളിൽ വെച്ചിട്ട് അവർ സംസാരിക്കുമ്പോൾ ചേട്ടൻ പറയുന്ന ആ ഒരു റിസൾട്ടാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മതങ്ങൾ തകർന്നു പോകുന്നത്. അതുകൊണ്ടാണ് മതങ്ങൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് മാറി ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങളിലോട്ടും വരുമ്പോഴും താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങളിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ മതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തന്നെ നടക്കാതെ. അങ്ങനെ വരുമ്പോൾ യങ്ങർ ജനറേഷൻസ് കാരണം അവർക്ക് തീർച്ചയായിട്ടും പഴയ ഉള്ള ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല. പഴയ തലമുറ ഉണ്ടായിരുന്ന ദൈവത്തോടുള്ള കടപ്പാടോ ഭൂമിയോടോ സമുദ്രത്തോടോ സൂര്യനോടോ പ്രകാശത്തോടോ ഉള്ള കടപ്പാടൊന്നും ഇവർക്കില്ല. അവരിത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. ഇവരെല്ലാം ദൈവമായിട്ടാണ് നേരത്തെ കണക്കാക്കിയിരുന്നത്. സൂര്യൻ ദൈവമാണ്, മരങ്ങളെ ദൈവമാണ്, തീ ദൈവമാണ് എന്നൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പണ്ട് സ്വാഭാവികമായിട്ട് കല്ലുകൾ വരച്ചാലാണല്ലോ നമ്മൾ തീ കത്തിച്ചിരുന്നത്. ഇപ്പം നമ്മൾ സിഗരറ്റ് ലൈറ്റോ ലാമ്പോ തീപ്പെട്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇത് സംഭവം വളർന്നു. തീ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. വെള്ളവും നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ അത് ദൈവമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. വെള്ളം നമുക്ക് ലാബിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് പലരും എന്താ പറയുക ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് കാണിക്കുകയാണ്. ഇപ്പൊ വേറൊരു രീതി പറഞ്ഞപ്പോൾ തീ ഉണ്ടാക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഒരാൾ തീ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പം ആ ആള് തീ എന്ന് പറയുന്ന
ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു യൂണിഫൈങ് നറേറ്റീവിനേക്കാൾ ഉപരി ആ ഉണ്ടാക്കിയ ആളിലേക്ക് അട്രാക്റ്റഡ് ആവുക. അപ്പോഴാണ് ആ റിലീജിയൻ ട്വിസ്റ്റ് ആയി മാജിക്കൽ പവർ ആ ആളിലേക്ക് പവർ. അങ്ങനെയാണ് ഈ റിലീജിയസ് അയാൾക്ക് പ്രത്യേക സിദ്ധി ഉണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് അവിടെയാണ് ആക്ച്വലി റിലീജിയൻ ഫോൾ ആയി പോയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതാണ് അതായത് ആ യൂണിഫൈങ് നറേറ്റീവിൽ നിന്ന് ഇൻഡിവിജ്വൽ നറേറ്റീവിലേക്ക് അവർ ഇന്റൻഷനലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ യങ്ങർ ജനറേഷൻ മുഴുവനും പോയിരിക്കുന്നതായിട്ടാണ്. നമ്മുടെ ഒരു സാരോപദേശം അറിയാൻ വേണ്ടി നമ്മൾ കഥകളും കഥാപാത്രങ്ങളും പറയും. അപ്പൊ ജനങ്ങള് സാരോപദേശമോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമോ വിട്ടിട്ട് കഥകളിലും കഥാപാത്രങ്ങളും മുഴുകി പോയി. അവിടെയാണ് പ്രശ്നം. ആ സ്റ്റോറീസ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാല്യൂലേക്ക് പോവാതെ ആ ക്യാരക്ടറിലേക്ക് വാല്യൂ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ കഥകളെയും സൃഷ്ടിച്ചത്. അത് നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് കഥകളും കഥാപാത്രങ്ങളിലും പുരാണങ്ങളും വളരെ ട്രൂ ആണ് അതിൽ കിട്ടിച്ചത്. പക്ഷേ നമ്മൾ നേരിട്ട് കഥാപാത്രങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് വളരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവിടെ ഈ റിലീജിയസ് നേതാക്കളൊക്കെ അട്ടർ ഫെയിലുവർ ആണ് ആക്ച്വലി. അവർ പ്രോപ്പറായിട്ട് റാഷണലൈസ് ചെയ്ത് റിലീജിയനിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ യങ്ങർ ജനറേഷൻ. അതാണ് പറഞ്ഞ ഭയപ്പെടുത്തി നമ്മളെ ചോദ്യങ്ങളെ അതിൽ മാത്രമായി പോയി. അതെ, ഭയപ്പെടുത്തി നമ്മളെ ചോദ്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ആ കട്ട് ചെയ്ത് കളഞ്ഞത് ഇന്ന് പുതിയ തലമുറയ്ക്ക് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്, അവർക്ക് എവിഡൻസ് ഉണ്ട്, പവർ ഉണ്ട്. ഇല്ലെങ്കിൽ അവരെന്ത് നഷ്ടപ്പെട്ടാലും ആ ഭയത്തെ നേരിടാൻ തയ്യാറാണ്. പഴയ ആൾക്കാർ ഈ ഭയത്തെ നേരിടാൻ അവർക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ആ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ പുതിയ മതങ്ങളെയും മതവിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നത്. അതിന് ഉത്തരം കൊടുക്കാൻ മതങ്ങൾക്ക് കഴിയാത്തടത്തോളം കാലം മതങ്ങൾ അകന്ന് തന്നെ പോകും. അത് മതങ്ങളല്ല ആക്ച്വലി റിലീജിയസ് ലീഡേഴ്സിന് കഴിയുന്നില്ല. അവർക്ക് മതങ്ങളിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാന്നുള്ളതല്ല, അവരിലേക്ക് ആൾക്കാരെ. അതെ, മതങ്ങളെ നേരിട്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലീഡേഴ്സുമാണ് പലപ്പോഴും ഈ റിലീജിയന്റെ വാല്യൂവിനെ ഇല്ലാതാക്കി. പിന്നെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ മതങ്ങളും എല്ലാ മത നേതാക്കന്മാരും അവരുടെ പവർ നഷ്ടപ്പെടുമെന്നുള്ള ആവുമ്പോൾ അവര് മാറ്റത്തിന് തയ്യാറാണ്. ഇതുവരെയും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മതങ്ങൾ നിലനിൽക്കുന്നത്. ഇനിയും ഇപ്പോഴുള്ള അവസ്ഥയിലും ഒരു അവസാനം എത്തുമ്പോൾ ഈ മതങ്ങളും മത നേതാക്കന്മാരും എല്ലാം മാറും. കാരണം ഇപ്പോഴത്തെ തലമുറ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം മതത്തിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. എന്നാൽ മാത്രമേ മതത്തിന് നിലനിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മതം ഫെയിലായി. പിന്നെ മതം ഇല്ലാത്തവരും ജീവിക്കുന്നുണ്ട്, അവര് ജീവിച്ചു പോകുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, മോശമായിട്ട് ജീവിക്കുന്നവരുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും നല്ല രീതിയിലും മോശമായിട്ടുള്ള രീതിയിലും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ജയിൽ പുള്ളികളിലും കൂടുതലുള്ളത് വിശ്വാസികളാണ്. കാരണം സമൂഹത്തിൽ കൂടുതലും വിശ്വാസികളാണ്. അല്ല, അത് നോമിനൽ ആയിട്ടുള്ള റിലീജിയസ് ബിലീഫാണ്, അല്ലാതെ റെഗുലർ റിലീജിയസ് ബിലീഫ് ഉള്ള ആൾക്കാരല്ല കൂടുതലും. അല്ലെങ്കിൽ പിന്നെ ഈ ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും നമ്മൾ മതം പഠിപ്പിച്ചത് കൊണ്ടും അവരെല്ലാം നല്ല ആൾക്കാരായിട്ട് പുറത്തിറക്കുന്നുമില്ല. മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അവർ മോശമായിട്ടുള്ളത്. സൊസൈറ്റിയുടെ ഇടപെടലോ നമ്മൾ എൻഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല, നമ്മൾ വോളണ്ടറി ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫും ബെറ്റർ ആവുള്ളൂ, ഒരു സൊസൈറ്റിയും ബെറ്റർ ആവും. അല്ലാതെ എൻഫോഴ്സ് ചെയ്തിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമില്ല. അതിന്റെ റിക്വയർമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലീജിയൻ എന്ത് ഗ്യാപ്പാണ് നമ്മുടെ ലൈഫിൽ ഫില്ല് ചെയ്യുന്നത്, അതിന് വേറെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഐഡിയാസ് എത്രത്തോളം വീക്കാണെന്നുള്ളത് കുറിച്ചുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഡിസ്കഷൻസ് വരേണ്ട, കോൺവെർസേഷൻ. എന്നാൽ അങ്ങനെ അട്രാക്റ്റഡ് ആയാൽ മാത്രമേ ആൾക്കാർ റിയൽ ആയിട്ട് റിലീജിയനിലേക്ക് വരുള്ളൂ. അല്ലാതെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും റിലീജിയൻ ഇപ്പോൾ കൂടുതലായിട്ട് യങ്ങർ ജനറേഷൻ അട്രാക്റ്റഡ് ആവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മതങ്ങൾ കുറേയൊക്കെ വാല്യൂസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വാല്യൂസ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്തടത്തോളം ആ സമയത്താണ് പുതിയ മതങ്ങളും പുതിയ മത നേതാക്കന്മാരും വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ലോകം മൊത്തം ഒറ്റ മതം ഉണ്ടായിരുന്ന മതിയായിരുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത മതങ്ങളും ദൈവങ്ങളുമായിരുന്നെങ്കിൽ. ഡിഫറെന്റ് റിലീജിയൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ റിലീജിയന്റെയും ഒരു കോമൺ ഐഡിയ ഉണ്ട്, there is a big daddy watching over the sky എന്നുള്ളത്. അത് പ്രാക്ടീസസും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഈ എല്ലാ റിലീജിയൻസും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് വൈ ഐ ആം എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് റാഷണൽ റിലീജിയൻ ഇൻ ദ വേൾഡ് എന്നുള്ളത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്രിസ്ത്യൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നത്. റാഷണാലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീജിയനെ ഫോളോ ചെയ്യാനുള്ള ഒരു മേജർ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഫെയ്ത്തോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനോ അല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് എയിം ചെയ്ത് പോകുന്നതാണ് സൊസൈറ്റി കുറെ കൂടെ ബെറ്റർ ആക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കാര്യം ഒരാൾ ഒരു മതത്തിൽ ജനിച്ചത് കൊണ്ടും ആ മതത്തിന്റെ സപ്പോർട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടും നമുക്ക് അതിൽ കുറെ റാഷണലൈസം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. നെഗറ്റിവിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരുപാട് ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. വാല്യൂസിലുള്ള ഡിഫറൻസസ്
പ്രാക്ടീസസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഓരോ റിലീജിയനും പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്, റിലീജിയൻ്റെ പേരിൽ യൂസ് ചെയ്തിരിക്കുന്നത്, റിലീജിയൻ്റെ പേരിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷെ വാല്യൂസും പ്രാക്ടീസസും നമ്മൾ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അത് റാഷണലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഫോളോ ഒരു മതവിശ്വാസം അല്ല, നമ്മൾ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ഒരു മതത്തിൽ ജനിച്ചു, ആ മതം അതുകൊണ്ടല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാത്രമല്ല. എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസണാണ്, ഒരു ഇൻഡിവിജ്വലാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു റിലീജിയൻ സ്വിച്ച് ചെയ്യാം, മറ്റു റിലീജിയനിലേക്ക് പോകാം. അതിന് എനിക്ക് യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷെ മറ്റു റിലീജിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വേറെ റിലീജിയൻസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ റിലീജിയൻസ് ഓഫർ ചെയ്യുന്ന ഇറാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനിറ്റി ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ മറ്റൊരു മതത്തിന് മാത്രമാണ് എല്ലാവരും റാഷണാലിറ്റിയിൽ സ്കെയിലിൽ അളക്കുന്നത്. അവരവർക്ക് അവരുടേതായിട്ടുള്ള റിലീജിയൻ ഹെൽപ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിലീജിയൻ സ്വിച്ച് ചെയ്യാമല്ലോ, നോ പ്രോബ്ലം. അവരുടെ റിലീജിയസ് ബിലീഫ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഗൈഡൻസ് ഇറാഷണലായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ വേറൊരു റിലീജിയനിലേക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിലീജിയൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് സ്വിച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ സ്വിച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മതത്തിലും ആർക്കും വിശ്വസിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അങ്ങനെയാണ്. കാരണം നമ്മൾ റാഷണാലിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ മതങ്ങളൊക്കെ നിലനിൽക്കില്ല. അല്ല, അത് ഈ വാല്യൂസ് എപ്പോഴും റീസൺ ബേസ്ഡ് അല്ലേ? അതിനകത്ത് എന്ത് തോന്നുന്നു, നമ്മളുടെ ഒരു വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റീസണബിൾ വാല്യൂസും മതങ്ങൾ മുഖേന തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സമൂഹം എൻലൈറ്റഡ് ആണെങ്കിൽ മതങ്ങളിലൂടെ തന്നെ പറയണമെന്നൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ആക്ച്വലി ഒരു വാല്യൂ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളെ നമ്മൾ കൊല്ലാൻ പാടില്ല എന്നുള്ള കാര്യം, യു ഷാൽ നോട്ട് മർഡർ, അത് നമ്മൾ ഒരു സൊസൈറ്റി വോളണ്ടറിലി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്, ഒരു റിലീജിയസ് ഐഡിയ ആണ് ആക്ച്വലി. അല്ല, അത് നമ്മളെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. കാരണം മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളിനും കൊല്ലുകയും കൊല്ലാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ എന്തിനു കൊല്ലുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇതിൽ കൊല്ലാൻ പാടില്ല എന്നുള്ളത്, കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ, അതൊരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് എപ്പോഴും ഒരു സോഴ്സിൽ നിന്ന് വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ മാത്രമല്ലേ ആവുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നതാണ് കൊല്ലാതിരിക്കുന്നതാണ് നല്ലത്, വേറൊരാൾക്ക് തോന്നുന്നതാണ് കൊല്ലുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ട് സബ്ജക്റ്റീവ് ഫീലിംഗ് ആയിട്ട് മാറില്ല. കൊല എന്ന് പറയുമ്പോഴും അത് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. നമ്മളെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പടൻ മറ്റൊരു ശത്രു രാജ്യത്തോടെ ആളിനെ കൊല്ലുന്നതെങ്കിൽ ആ കൊല ന്യായീകരിക്കപ്പെടുന്നതാണ്. ഇനി ഒരമ്മയും കുഞ്ഞുമുണ്ട്, കുഞ്ഞിന്റെ അവസ്ഥ മോശമാണ്, ഡോക്ടർ ആ കുഞ്ഞിനെ കൊല്ലുകയാണെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ ആ ഒരു കൊലപാതകം അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞത് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ. എനിക്കിപ്പോ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ, ആ കേസിൽ ആളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് റിലീജിയസ് ഐഡിയ അല്ലേ. അത് നമുക്ക് ഒരിക്കലും റാഷണലി അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം എക്സാമിൽ നമ്മൾ കോപ്പി അടിക്കുന്നത്, എക്സാമിൽ ചീറ്റ് ചെയ്യാതിരിക്കുന്നത് റാഷണൽ അല്ലല്ലോ. റാഷണലാണോ? അല്ല, റാഷണലാണ്. അത് ഒരാളിനെ ഇപ്പൊ ഒരു റൈറ്റും റോങ്ങും എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അത് മൊറാലിറ്റി നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുവന്ന സാധനമാണ്. മൊറാലിറ്റിയിൽ അത് റാഷണൽ അല്ലല്ലോ ആക്ച്വലി. റാഷണൽ തന്നെയാണ്. ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? എനിക്കിത് ആവശ്യമില്ല എന്നുണ്ട് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ, കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഈ അത് മതം തെറ്റെന്ന് പറയുന്നത് ആ കോപ്പി ചെയ്യണ്ട എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡിനെ സാക്രിഫൈസ് ചെയ്യുകയല്ലേ. അതായത് എനിക്കിപ്പോ എക്സാമിന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേട്ടമല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ റാഷണലി ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോപ്പി ചെയ്യുന്നതാണ്. അപ്പം ആ സാക്രിഫിഷ്യൽ ആയിട്ട് കോപ്പി ചെയ്യണ്ട എന്നുള്ളത് മോറൽ വാല്യൂ അല്ലേ. ആ വാല്യൂവിനെ ഒരിക്കലും നമുക്ക് റാഷണാലിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സയന്റിഫിക്, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്. അത് റാഷണൽ അല്ല, അത് റാഷണൽ അല്ലല്ലോ, അത് മോറൽ അല്ലേ ആക്ച്വലി. അല്ല, മോറൽ തന്നെയാണ്. മോറലും റാഷണാലിറ്റിയിലാണല്ലോ അത് രണ്ട് സെയിം അല്ലല്ലോ. അല്ല, ബേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് എനിക്ക് ലോങ് ടൈമിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ കുറ്റക്കാരനാവുന്നുണ്ടോ ഇല്ലയോ. ആക്ച്വലി നമുക്ക് എക്സാമിന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും, നമുക്ക് ലോങ് ടൈം ഗെയിൻ അല്ലേ ഉണ്ടാവുന്നത്. ആ ഗെയിൻ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മോറൽ ആക്ട് അല്ലേ. അല്ല, അത് എല്ലാവരും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനമാണ്? റാഷണലാണ്. ഇപ്പൊ ഒരാൾ കോപ്പി ചെയ്യുക, അപ്പൊ പിന്നെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്, എല്ലാവരും ഒരാളുടെ ആൻസർ തന്നെ എല്ലാവരും പകർത്തി എഴുതുകയാണെങ്കിൽ ആ എക്സാം കൊണ്ട് പിന്നെ എന്ത് പ്രയോജനമാണ്? ഇപ്പൊ എക്സാം കോപ്പി ചെയ്യാനുള്ള പ്രൊവിഷൻ, അതായത് ആരും നമ്മളെ കാണുന്നില്ല. ഇപ്പം ഒരു എക്സാം ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ പരസ്പരം നമ്മളെ ഒബ്സർവ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് കോപ്പി ചെയ്യാൻ ഒരു അവസരമുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക?
അത് കൂടുതൽ ആൾക്കാരും കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അത് വളരെ കുറഞ്ഞ ആൾക്കാർ കോപ്പി ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അത് വളരെ റയർ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് കോപ്പി ചെയ്യുന്നത് റാഷണൽ ആയതുകൊണ്ടാണ്. അല്ല, ഈ കോപ്പി ചെയ്യുന്ന എല്ലാവരും മതവിശ്വാസികളുമായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് റിലീജിയസ് വാല്യൂ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ റിലീജിയന്റെ പേര് പറയുന്നതുകൊണ്ടോ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ റിലീജിയസ് വാല്യൂ ഫോളോ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അതായത് ഇൻഡിവിജ്വൽ അല്ല ആക്ച്വലി ഒരു റിലീജിയൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് റിലീജിയസ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ട് ഈ വാല്യൂസിനെ നമ്മൾ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഈ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാക്യൂം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഫൈനലി ഒരു കേസിലേക്കല്ലേ പോകുള്ളൂ. അതായത് ഈ റാഷണാലിറ്റി വെച്ചിട്ട്, അതായത് നമ്മുടെ മോറൽ ആക്റ്റുകളെ റീസൺ ബേസിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നാർസിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഒരാൾ പോലും സാക്രിഫിഷ്യലായിട്ട് മോറലി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. ആ ഗ്യാപ്പാണ് ആക്ച്വലി റിലീജിയൻ ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു യൂണിഫിക്കേഷൻ ആയിരിക്കണം റിലീജിയൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് പല റിലീജിയനുകളും മനുഷ്യന്റെ നന്മയ്ക്കെതിരെയാണല്ലോ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ അടുത്ത തലമുറയിലോട്ടും പുതിയ ആൾക്കാരിലോട്ടും കൈമാറുക എന്നുള്ളത് തന്നെയാണ്, പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മതങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മതങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇല്ലെങ്കിൽ മതങ്ങൾ ആവശ്യം ഇപ്പൊ ഇല്ല. ഇതുള്ളത് കൊണ്ടാണ് ഇതിപ്പോഴും മതങ്ങൾ നിലനിൽക്കുന്നത്. പിന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഇത് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. തീർച്ചയായും. അപ്പം മതം റിഫോം ആയിട്ട് വരും, ആൾക്കാരും റിഫോം ആയിട്ട് വരും. നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ആൾക്കാർ ചിന്തിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഈ ചിന്തയും മാറും. തീർച്ചയായിട്ടും റിലീജിയന്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് തന്നെ മാറേണ്ടതായിട്ടുണ്ട്. റാഷണലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലീജിയസ് പ്രാക്ടീസസ്, വാല്യൂസ് അല്ല. മോറൽ വാല്യൂസ് ഒരിക്കലും നമുക്ക് റാഷണലി അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി അതായത് റാഷണാലിറ്റിയും മൊറാലിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മൊറാലിറ്റി ഹയർ ആയിട്ട് നിൽക്കുകയും റാഷണാലിറ്റി ലോവർ ആയിട്ട് നിൽക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്ത് പോവുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺവെർസേഷൻ ആ ഒരു പോയിന്റിൽ നിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ ചർച്ച ചെയ്ത് ഒരുപാട് തീർച്ചയായും ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഇനി മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൊസൈറ്റി ഏത് രീതിയിൽ മാറണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ വരണമെന്നാണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അല്ല, പേഴ്സണൽ ലൈഫും നമ്മുടെ സൊസൈറ്റി ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന നമ്മളല്ല ഇപ്പോൾ ഉള്ള നമ്മൾ, ഇനി നാളെ ഉള്ള നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മളല്ല. അപ്പോൾ ആ വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. നമ്മൾ കാലത്തിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കാത്തവരായിരുന്നു, അന്ന് ഫോൺ വിളിക്കുന്നത് മാത്രമുള്ള ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന അവസ്ഥയിലോട്ട് വന്നു. അതിന് മുന്നിട്ട് വെറും ലാൻഡ് ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. അതിന് മുന്നേ നമ്മൾ കത്തടപാടുകളായിരുന്നു. ഇപ്പോൾ സൊസൈറ്റി മുന്നോട്ട് പോകുന്നുണ്ട്, അതിനോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലുള്ള മാറ്റങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് മടിച്ചു നിന്നാലും നാളെ നമ്മൾ ചിലപ്പം സൊസൈറ്റിയിലെ മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. നമ്മളും അതിലൊരു പാർട്ടാണ്. നമുക്ക് സമൂഹത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിൻ്റെ എന്ത് ഗുണം നമുക്ക് എടുക്കാൻ പറ്റും, നമ്മുടെ എന്ത് ഗുണം സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കൊലാബറേഷൻ നമുക്ക് ഐക്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യനോട് ഇടപെടുകയും എല്ലാവരുടെയും പുരോഗതി എന്നുള്ള രീതിയിലും മുന്നോട്ട് പോകുമ്പോഴാണ് ഏത് സൊസൈറ്റിയും മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൽ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ സമൂഹം തന്നെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കും. കറക്റ്റീവ് മെത്തേഡ്സ് എപ്പോഴും നമ്മുടെ സൊസൈറ്റി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കാരണം നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ പോവുകയാണെങ്കിൽ ഈ സൊസൈറ്റി നശിച്ചു പോകുമെന്നറിയാം. അപ്പോൾ അതിന് കറക്റ്റീവ് മെത്തേഡ്സും വാല്യൂസും ലിമിറ്റേഷൻസും മാർജിൻസും ഒക്കെ നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം സ്വയം കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് വളരെ നമ്മുടെ കോൺവെർസേഷൻ ഓണസ്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ലെങ്കിലും നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഫേക്ക് ആണോ അല്ലയോ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം മതങ്ങളോ ദൈവങ്ങളോ ഒക്കെ നമ്മളെ ചോദ്യം ചെയ്യുന്നതിനേക്കാളും നമ്മളെ തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മളോട് എത്ര നീതി പുലർത്താൻ പറ്റും, അതാണ് ഒരു മനുഷ്യന്റെ ഓണസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ. പിന്നെ 100% ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. 70% 50% കൂടുതൽ തന്നെ ഒരാൾ ഓണസ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മൾ എയിം ചെയ്യുക എന്നുള്ളതാണ്. എയിം ചെയ്യുക നല്ലതിന് വേണ്ടി, ഐഡിയലിന് വേണ്ടിയിട്ട്. കാരണം അല്ല, ഒരു ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് അല്ല, ലിമിറ്റ് ഇടുക എന്നുള്ള കാര്യമല്ല. നമ്മൾ നന്നായിരിക്കാൻ വേണ്ടി ചെയ്യുക. നമുക്ക് നന്നായിരിക്കാൻ വേണ്ടി എത്രത്തോളം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മാത്രമേ നമ്മൾ ഈ 100% എന്ന് പറയുന്ന ഒരു ഓണസ്റ്റി എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ
ഓരോരുത്തർക്കും ഓരോ പവറാണ്, എത്രത്തോളം ഒരാളിനെ ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി ലൈഫിന്റെ ഒരു സ്ട്രഗിൾ എന്ന് അതെ, പറയുന്നത്. മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ട്രൂത്തിലേക്കും പ്രോഗ്രസിലേക്കും ആണ് വരിക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കള്ളം പറയുന്നത് നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാൻ പറ്റില്ല, നമ്മുടെ സൊസൈറ്റി പ്രോഗ്രസീവ് ആണ്. നല്ല കാര്യങ്ങളിലോട്ട് വന്നുകൊണ്ടാണ് ഈ പ്രോഗ്രസീവ് വരുന്നത്. ഇതെല്ലാം ഫേക്ക് ആയിട്ട് വരുമ്പോൾ ഇത് ഡിസ്ട്രക്ട് ആവും. പിന്നെ പുതിയ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത് വരും. ആ കൺസ്ട്രക്ഷൻ എത്രത്തോളം ലെവലിൽ ഏതുവരെ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.